ഡിജിറ്റൽ ലോകത്ത് രാജ്യത്തിന് ബദൽ മാതൃകയായി കേരളം മാറുകയാണ്. ആ നിലയ്ക്കുള്ള കെ ഫോൺ പദ്ധതിയുടെ തുടക്കമാണ്, യാഥാർത്ഥ്യമാവുകയാണ് ഇന്ന് ഉണ്ടായത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ് വൈകിട്ട് 5:30 നടത്തിയ ഉദ്ഘാടനം. അതുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ ഈ കെ ഫോണിന്റെ വരവ് ഏതൊക്കെ തരത്തിൽ കേരളത്തെ സ്വാധീനിക്കും, ബാധിക്കും, മുന്നോട്ടു പോക്കിൽ അതീവ നിർണായകമായി മാറും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കെ ഫോൺ അത് ഡിജിറ്റൽ ലോകത്ത് സൃഷ്ടിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ, അതിന്റെ സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളാണ്, പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കാര്യങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് M സ്വരാജ് MLA, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീം, ജയരാജ് G നാഥ് ടെക് വ്ളോഗർ, രതീഷ് R മേനോൻ ടെക് വ്ളോഗർ. ഇത്തരമൊരു വിഷയമായതുകൊണ്ട് തന്നെ സ്വരാജിലേക്കും അഡ്വക്കേറ്റ് സലീമിലേക്കും പോകുന്നതിന് മുൻപ് ജയരാജിലേക്കും രതീഷിലേക്കുമാണ് ആദ്യം വരുന്നത്. ജയരാജ്, ഇന്ന് കെ ഫോൺ എന്നത് യാഥാർത്ഥ്യമായി. അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഭാവി സാധ്യതകളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ ഇന്റർനെറ്റ് സംവിധാനം അതിൻ്റെ സോഷ്യൽ മീഡിയ സാധ്യതകളിലൂടെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. എല്ലാ മേഖലയിലെയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതീവ നിർണായകമായ സ്വാധീനമുള്ള ഒന്നായി ഇന്റർനെറ്റ് മാറിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആ മേഖലയിൽ തന്നെ വളരെ സജീവമായി നിന്നുകൊണ്ട്, ടെക് വ്ളോഗറായി നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടുന്ന ആളുകളാണല്ലോ നിങ്ങൾ രണ്ടാളുകളും. ജയരാജ്, എന്തു പറയുന്നു? കെ ഫോൺ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതും ഭാവി കേരളത്തിന്റെ അനന്ത സാധ്യതകളും, അവിടെ കെ ഫോണിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് വളരെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ ഇരിക്കുന്ന ആളാണോ താങ്കൾ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ എന്റെ സ്വദേശമായിട്ടുള്ള കൊല്ലം ജില്ലയിൽ എന്റെ വീട്ടിലിരുന്ന് എന്റെ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് കൈരളി ടിവിയുടെ ഈ ഒരു ന്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒന്ന് ആലോചിച്ചു ആ ഒരു സാധ്യത. നേരത്തേക്കുള്ള കാലഘട്ടങ്ങളിലായിരുന്നുവെങ്കിൽ എനിക്കിപ്പോ തിരുവനന്തപുരത്തേക്ക് വന്ന് കൈരളി ടിവിയുടെ ഫ്ലോറിലേക്ക് വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇതെന്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്റെ വീട്ടിലിരുന്ന്, എന്റെ സ്റ്റുഡിയോയിലിരുന്നാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും എന്റെ ഇവിടുത്തെ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ ഇതുവരെ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഒന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ വിരലിൽ എണ്ണാവുന്ന അത്ര സർവീസ് പ്രൊവൈഡേഴ്സേ നിലവിൽ കേരളത്തിലുള്ളൂ. അവിടെയാണ് കെ ഫോൺ എന്നുള്ള ആ ഒരു പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം ഏറണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഗവൺമെന്റ് തലത്തിൽ ഇത്തരത്തിലൊരു ഇന്റർനെറ്റ് സർവീസ് കേരളത്തിൽ ഉടനീളം വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ചു, 20 ലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ സൗജന്യമായിട്ട് ഇന്റർനെറ്റ് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അപ്പോൾ ഇപ്പോൾ ഉള്ള റേറ്റ് എങ്ങനെയായാലും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു ഇന്റർനെറ്റ് വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ശരിയായൊരു കാര്യമാണ് ജയരാജ് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. സ്റ്റുഡിയോ ഫ്ലോർ പോലെ തന്നെ വളരെ മനോഹരമായി തന്നെ മികച്ച ലൈറ്റിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ആശങ്ക, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജയരാജ് സൂചിപ്പിച്ചത്. നമ്മൾ ഒരു കാലത്തൊക്കെ എപ്പോൾ കറണ്ട് പോകുമെന്നറിയില്ല എന്ന് പറയുന്ന ഒരു കേരളീയ ജീവിതം ഉണ്ടായിരുന്നു. വോൾട്ടേജ് കുറവുള്ളൊരു കാലമാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി നമ്മൾക്ക് വിശ്വസിച്ച് ലൈറ്റിൻ്റെ മുന്നിൽ ഇരിക്കാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇരിപ്പിലേക്ക്, ഒരു ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരിക്കാൻ കഴിയാത്തൊരു കേരളം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും കട്ടാകാം, എപ്പോൾ വേണമെങ്കിലും സ്പീഡ് കുറയാം. ആ ആശങ്ക ഒഴിച്ചാൽ ജയരാജ് വളരെ മനോഹരമായി തന്നെ വീട്ടിൽ സെറ്റ് ചെയ്ത സ്റ്റുഡിയോ അത് ഗംഭീരമായി തന്നെ ഉണ്ട്, വളരെ നന്നായി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അതിന് ആധാരമായ ഇന്റർനെറ്റ് അതുപോലെ തന്നെ മനോഹരവും സുശക്തവും വേഗതയേറിയതുമായി കേരളത്തിലേക്ക് മാറാൻ പോകുന്നു എന്നാണ് ജയരാജ് വളരെ ലളിതമായി തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. രതീഷിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ആസ്പെക്റ്റിൽ, രതീഷിനെ ഒന്ന് കണ്ടാൽ ജയരാജിനെ പോലെ തന്നെ സ്മാർട്ടായി ഇന്റർനെറ്റൊക്കെ സ്ട്രോങ് ആണോ, സ്ട്രെങ്ത് ഉണ്ടോ എന്നൊന്നും അറിയാമായിരുന്നു. രതീഷ് എങ്ങനെയാണ് കാണുന്നത്? ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ KSEB പോലെ, പവർ സെക്ടറിലെ KSEB പോലെ തന്നെ ഇന്റർനെറ്റിന് കേരളത്തിൽ എല്ലാ മേഖലയിലും ഏത് മുക്കിലും മൂല. രതീഷ് വളരെ സ്മാർട്ടായി വീട്ടിൽ തന്നെ വളരെ ഗംഭീരമായി ഇരിപ്പുണ്ട്. ആ നെറ്റ് സ്ട്രോങ് ആയി, സ്ട്രെങ്ത് ആയി കെ ഫോണിലൂടെ കുറെ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകട്ടെ. അതല്ലേ ആഗ്രഹിക്കുന്നതും പറയാൻ തുടക്കത്തിൽ ആഗ്രഹിക്കുന്നതും? രതീഷ്, തീർച്ചയായും വർഷങ്ങൾ മുന്നേ, ഏകദേശം കെ ഫോൺ വരുന്നു എന്ന് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സർവീസ് നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. രതീഷ് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ? രതീഷ് കഴിഞ്ഞ വർഷം മറ്റൊരു വീഡിയോ ചെയ്തിട്ടില്ലേ? തീർച്ചയായും 2019 ഒക്ടോബറിലാണ് കെ ഫോണിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തത്.
പല ആളുകളും അത് രാഷ്ട്രീയമായിട്ടാണ് എടുത്തെങ്കിലും ഞാനൊരു ടെക് ബ്ലോഗറാണ്. എന്റെ നാട്ടിൽ ഒരു നല്ല സംരംഭം വന്നു കഴിഞ്ഞാൽ, എന്റെ നാടിനും നാട്ടുകാർക്കും ഗുണമുള്ള ഒരു സംരംഭം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഏത് പാർട്ടി നടത്തിയെന്നല്ല, നമ്മുടെ നാടിന് ഗുണമുണ്ടോ ഇല്ല എന്നാണ് ചിന്തിക്കാറ്. ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് ഈ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോ കോൺഫറൻസിങ്, ഓൺലൈൻ വിദ്യാഭ്യാസം, ഇന്റർനെറ്റ് ഇതിനെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് പോലും. എന്നാൽ ഒരു 3G ഒക്കെ വന്നിട്ട് എത്ര വർഷമായി? 21 വർഷത്തോളമായി കഴിഞ്ഞു അല്ലെ? ശരിക്കും ഒരു 3Gയുടെ സ്പീഡെങ്കിലും നമുക്ക് നമ്മുടെ ആ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് പോലും ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ നമ്മളത് ചിന്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരം നമ്മുടെ നാട്ടിലുള്ള ഓരോ നെറ്റ്വർക്കുകളും അത് അവരവരുടെ ലാഭം മാത്രം നോക്കി ഉപഭോക്താക്കൾക്ക് നെറ്റ് കൊടുത്തുകൊണ്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമുക്കിപ്പോ ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. അതായത് GPRS ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇന്നും നോക്കിയ ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടന്നു, പഴയ നോക്കിയയുടെ ഫോൺ പോലത്തെ വെറും ഫീച്ചേഴ്സ് കുറഞ്ഞ ഫോണുകൾ മാത്രം ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം ആളുകളാണ് ഏറ്റവും കൂടുതൽ. ഏകദേശം ഒരു 10-50 ലക്ഷം ആളുകളെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. മറ്റുള്ളവരും ഇത് ഉപയോഗിക്കണം. അങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് എത്തിക്കാൻ സർക്കാരിന് കീഴിലുള്ള ഒരു സംരംഭത്തിന് മാത്രമേ കഴിയൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഇപ്പോൾ ജയരാജായാലും രതീഷായാലും വളരെ വലിയ ആശ്വാസവും വലിയ സന്തോഷവും ഒക്കെ ഉണ്ട്. കേരളം ആ നിലയിൽ കാലത്തിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്തിലൂടെ നമ്മൾ ഈ ഓൺലൈൻ, അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ മേഖല, ഇതിൻ്റെയൊക്കെ വലിയ സാധ്യതകൾ നേരിട്ട് എല്ലാവരും കുറേയേറെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാലത്തായതുകൊണ്ട് തന്നെ ഈ കെ ഫോണിൻ്റെ വരവ് ഇപ്പോഴും ആളുകൾ നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, ഇത് ജിയോ പോലൊരു കമ്പനിയാണോ, BSNL പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ അടുക്കലേക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ ഞാൻ രതീഷിലേക്കും ജയരാജിലേക്കും മടങ്ങി വരാം. നിങ്ങൾ രണ്ടാളുകളും ടെക് വ്ളോഗേഴ്സ് എന്ന നിലയിൽ കേരളത്തിന് മുമ്പിൽ വളരെയധികം നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോകൾ ആ നിലയിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് വളരെ ലളിതമായി ആ കാര്യങ്ങൾ സാധാരണ ഈ ചൂടേറിയ സ്വരാജൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ഫ്ലോറിൽ അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ലളിതമായി നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുക എന്നത് പ്രധാനമാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എന്താണ് കെ ഫോൺ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ ചർച്ചയിൽ ഞാൻ പറയും അഡ്വക്കേറ്റ് സലീമിൻ്റെ വീട്ടിലത്തെ റേഞ്ചില്ലായ്മയാണ്. KPCC സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് സ്ഥിരം അദ്ദേഹം പങ്കെടുക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും നല്ല ചൂടേറിയ സർക്കാർ വിമർശനങ്ങളൊക്കെ പറയാൻ നേരത്ത് കട്ടാവും. അദ്ദേഹം വിചാരിക്കും ഞങ്ങൾ ഇത് കട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ശ്രീ സലീം, ഇതാണ് നമ്മളുടെ ഈ കെ ഫോൺ കൊണ്ട് വരാൻ പോകുന്നൊരു മാറ്റം. കേരളത്തിൽ ഏത് മൂലയിലും, എരുമേലിക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കൃത്യമായി അറിയില്ല, പത്തനംതിട്ട എരുമേലി ഭാഗത്താണ്. അപ്പോൾ അവിടെയൊക്കെ വളരെ ശക്തമായ വേഗതയേറിയ തടസ്സങ്ങളില്ലാത്ത ഇൻ്റർനെറ്റ്, അതിപ്പോൾ താങ്കൾ BSNLൻ്റെ കണക്ഷൻ എടുത്താലും ഏത് സർവീസ് പ്രൊവൈഡറുടെ എടുത്താലും, പക്ഷേ ഈ കെ ഫോണിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വളരെ നല്ല ശക്തമായ സ്ട്രെങ്ത് ഉണ്ടാവും. അടുത്തൊരു 5 വർഷക്കാലവും താങ്കൾക്ക് അതിനിശ്ചിതമായി സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഇടതുമുന്നണി അവിടെ ഒരുക്കിത്തരാം. അങ്ങനെയൊക്കെ തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ്. ശ്രീ സലീം, നല്ലൊരു മാറ്റമല്ലേ അഡ്വക്കേറ്റ് സലീം? വേണ്ടതല്ലേ ഇതൊക്കെ നാടിന്? അല്ല ശരത്ത്, എത്ര സുന്ദരമായ സ്വപ്നം. ഈ നമ്മൾ കെ ഫോണിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ആദ്യം ഈ നമ്മുടെ ജയറാമിന്റെ ഒരു അതിഭാവുകത്വം കലർന്ന ഒരു പ്രശംസ ഉണ്ടായിരുന്നു. നമ്മൾ കെ ഫോണിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പക്ഷേ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഇവിടെ സ്വരാജും ഞാനുമൊക്കെ ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ വാഹനത്തിലും വീട്ടിലിരുന്നുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മൊബൈൽ ഫോണിലൂടെ PPTയുടെ ചർച്ചയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പം ശരത്ത് പറഞ്ഞ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത് ഈ ഒരു പുതിയുഗ പിറവി പോലെ ഒരു എന്തോ വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമെങ്കിൽ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിന്റെ അതിഭാവിത്വത്തെ കുറിച്ചുള്ള എന്റെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ കാലം മാറുന്നതനുസരിച്ച് ഈ ഒട്ടേറെ കാര്യങ്ങൾ മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണിത്. സ്വാഭാവികമായും കെ ഫോണിന്റെ നല്ല വശങ്ങളും
അത് വന്ന വഴികളുമൊക്കെ ഈ കേരളം ഒരിക്കൽ ചർച്ച ചെയ്തതാണ്, വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ഈ ഗവൺമെന്റ് തന്നെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ നൽകിയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ഒരു ക്യാപ്ഷൻ തന്നെ ഉയരും ഞാൻ നാടാകെ പടരും എന്നുള്ളതാണ്. ഇതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ബന്ധപ്പെട്ട ഒരു വിവാദത്തിന്റെ കരുനിഴൽ ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ ഈ ചർച്ചയിൽ പറയുമ്പോൾ അത് ഈ കെ ഫോൺ കൊണ്ടുവരുന്ന ഒട്ടേറെ നല്ല വശങ്ങൾ ഇവിടെ രതീഷും ജയറാമൊക്കെ സൂചിപ്പിക്കുകയും അതിനു മുമ്പ് ശരത്ത് നൽകിയ വളരെ മനോഹരമായ ഒരു ആമുഖമൊക്കെ ഈ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എനിക്കത് പറയേണ്ടി വന്നിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ നമുക്കറിയാമല്ലോ, വിവര സാങ്കേതിക വിദ്യയുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഒക്കെ മാറ്റങ്ങൾ കേരളത്തിന് ലഭ്യമാവണം എന്ന കാര്യത്തിൽ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കും മറ്റാർക്കും ഒരു സംശയം ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഇത്തരം സംരംഭങ്ങളിലൊക്കെ എന്തുകൊണ്ട് വിവാദങ്ങളുടെയും അഴിമതിയുടെയും ഒരു നിഴൽപ്പാടുകളില്ലാതെ ഇത്തരം സംരംഭങ്ങൾ വന്നെത്തിക്കൂടെ എന്നുള്ള ഒരു ചോദ്യവും ഈ കേരളീയ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത കൂടി ഞാൻ ആമുഖമായി പങ്കുവെക്കുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇനി പറയുമ്പോൾ നമുക്ക് വരാം നമുക്ക് വരാം. കാരണം റേഞ്ച് അല്പം കുറഞ്ഞാലും തടസ്സപ്പെട്ടാലും അഡ്വക്കേറ്റ് സലീം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി അത് വളരെ ശക്തമായി നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. അത് ശ്രീ സ്വരാജ് കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കെ ഫോണാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിൻ്റെ എല്ലാ ആസ്പെക്ട്സിലേക്കും പോകും മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാചകം, കാലം മാറും സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതിൽ വിശ്വസിക്കുന്ന ആളാണോ എം സ്വരാജ്? കാലം മാറും, ആ മാറ്റം ആർക്കും തടഞ്ഞു നിർത്താവുന്നില്ല. പക്ഷേ കാലത്തിൻ്റെ മാറ്റത്തെ കാലാനുസൃതമായി മാറ്റുക എന്നത് സ്വാഭാവികമായി ആരും സൃഷ്ടിക്കാതെ നടന്നു പോകുന്ന ഒരു പ്രക്രിയയായി സ്വരാജ് കരുതുന്നുണ്ട്. അഡ്വക്കേറ്റ് സലീം അങ്ങനെയാണ് അതിനെ കരുതുന്നത്. പിന്നെ ചില കരിനിഴലുകൾ തുടക്കത്തിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ സഞ്ചാരം തുടങ്ങാം എന്ന് അഡ്വക്കേറ്റ് സലീം കെ ഫോണിനെ കുറിച്ച് വിചാരിച്ചാൽ സ്വരാജ് എങ്ങനെയാണ് തുടങ്ങുക? ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും വ്യക്തമായില്ല. ഈ പരസ്യത്തെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് പരസ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു പുതിയ കാര്യമല്ല. സത്യത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളും അവരുടെ ഭരണ നേട്ടങ്ങൾ പരസ്യപ്പെടുത്താറുണ്ട്. അത് PRD വഴിയുള്ള പരസ്യം നമുക്കറിയാവുന്നതാണ്. എന്നാൽ അനുചിതമായ പരസ്യം അങ്ങനെ പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു വിമർശനം അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി, അതിന് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം കൊടുത്തത് 23 കോടി രൂപയുടെ പരസ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. 23 കോടി രൂപയുടെ പരസ്യമാണ് അന്ന് കൊടുത്തത്. ആ പരിപാടിയിലൂടെ ആകെ വിതരണം ചെയ്യപ്പെട്ട തുക 100 കോടിയാണത്രേ. അപ്പോൾ 100 കോടി രൂപ ചെലവഴിക്കുമ്പോൾ 23 കോടി രൂപയുടെ പരസ്യം കൊടുത്തു വന്നത് സത്യം പറഞ്ഞാൽ വളരെ അനുചിതമായ ഒരു പരസ്യപ്പെടുത്തലാണ്, പരസ്യം കൊടുക്കലാണ്. അതൊക്കെയാണ് കേരളത്തിൻ്റെ അനുഭവം. അപ്പോൾ അതുമായി താരതമ്യം ചെയ്താൽ പരസ്യം കൊടുക്കുന്നതിൽ മുന്നിലുള്ള സർക്കാരല്ല ഈ സർക്കാർ എന്ന് കാണാൻ പറ്റും. മറ്റ് സർക്കാരുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുക കുറവാണ്, കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ സാന്ദർഭികമായി കേട്ടതുകൊണ്ടൊന്ന് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, ഞാൻ വിചാരിക്കുന്നു, ഇപ്പം ഞാൻ ഇടതുപക്ഷത്തെ വിശേഷിയ CPIM-നെ പ്രതിനിധീകരിക്കുന്ന ഒരു CPIM പ്രവർത്തകനാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ ശ്രീ സലീം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുഖമാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഞങ്ങൾ രണ്ടുപേരും പൊതുവായ വിഷയങ്ങളെ സമീപിക്കുമ്പോൾ രാഷ്ട്രീയമായ ഒരു മാനം അതിന് കൈവരുമെന്നുള്ളത് ശരിയുമാണ്, സത്യവുമാണ്. എന്നാൽ ചില വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, നമ്മൾ രാഷ്ട്രീയ നിറത്തിനപ്പുറത്ത് അതിൻ്റെ ആഴത്തിലും വ്യാപ്തിയിലും കാണാൻ നമുക്ക് സാധിക്കണം. എനിക്കും കഴിയണം, മറ്റെല്ലാവർക്കും കഴിയണം. കെ ഫോണിലേക്ക് വരുന്നു. ഈ കെ ഫോൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത് വലത് തർക്ക വിഷയമല്ല. ഒരു കോൺഗ്രസ് CPM തർക്കത്തിൻ്റെ ഒരു സ്കോപ്പ് ഇതിലില്ല കെ ഫോണിൽ. കാലാനുസൃതമായ മാറ്റം എന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ ശരിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഇടമാണ് കേരളം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് വെറും കാലാനുസൃതമായ മാറ്റമല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? തമിഴ്നാട്ടിലും കർണാടകയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എല്ലാം ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കപ്പെടണം. അവിടെയെല്ലാം സർക്കാർ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഇൻ്റർനെറ്റ് സേവനം സൗജന്യമായി കൊടുക്കണം. അവിടെ എവിടെയും വന്നിട്ടില്ല, ലോകത്തിലെവിടെയും വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തെറ്റാണെങ്കിൽ മറ്റ് ചർച്ചയിലുള്ളവർ തിരുത്തട്ടെ, ലോകത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വികസ്വര രാജ്യത്ത് ഇൻ്റർനെറ്റ് സേവനം അവകാശമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അതൊരു നയപ്രശ്നമാണ്. നമ്മളത് ചെയ്തു, അതൊരു നല്ല കാര്യമല്ലേ? നിങ്ങൾ ഇതിനേക്കാൾ വലുത് ചെയ്യുമെന്ന് പറയൂ, കോൺഗ്രസ് പറയൂ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇതിനേക്കാൾ വലുത് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ടത്? ഈ അവകാശമായി പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് അനുഭവേദ്യമാവണം. ഇപ്പോൾ ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചത് ഒരു നയ തീരുമാനവും കെ ഫോൺ യാഥാർത്ഥ്യമായത് അതിൻ്റെ പ്രായോഗിക രൂപവുമാണ്. കെ ഫോൺ യാഥാർത്ഥ്യമാകുമ്പോൾ അതുകൊണ്ടുള്ള ഗുണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കല്ലേ? ഇപ്പോൾ ഇവിടെ ആരോ, ഞാൻ ചർച്ചയിൽ ഇത്തിരി വൈകിയാണ് വന്നപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടത് നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ ഡിവൈസ് ഇല്ലാത്തവരുണ്ടായിരുന്നു, ഫോണില്ല, അപ്പോൾ അല്ലെങ്കിൽ ടാബില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് സഹായമൊക്കെ സമാഹരിച്ചിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ടാബ് എത്തിച്ചു കൊടുത്തു, ഫോൺ എത്തിച്ചു കൊടുത്തു. പക്ഷേ ഈ ഫോണും ടാബും കിട്ടിയാലും ഇൻ്റർനെറ്റ് അവർ പണം മുടക്കണം, ഡാറ്റ വേണമല്ലോ. അപ്പോൾ അതിന് അവർ പണം മുടക്കേണ്ടതായി വരും. എന്നാൽ 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻ്റർനെറ്റ് സൗജന്യമായി കിട്ടുന്നു. ചെറിയ കാര്യമാണോ? അതൊരു വലിയ കാര്യമല്ലേ? ഞാൻ വിചാരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ചർച്ചയോ ഒരു തർക്കമോ ആകണമെങ്കിൽ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് പറയണം, നിങ്ങൾ കൊടുത്തത് ഒരു പടി കടന്ന് ഞങ്ങൾ 50 ലക്ഷം പേർക്ക് കൊടുക്കും എന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴല്ലേ സമൂഹത്തിനും നേട്ടം ഉണ്ടാവുക, നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുക. അതിന് പകരം ഇതൊന്നും അല്ല, ഇത് തല്ലിപ്പടി, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, എന്നാലും പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും വാദം കേൾക്കുമ്പോൾ ഇതിൽ എന്തോ ഒരു രാഷ്ട്രീയമായ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. അങ്ങനെയല്ല, നമ്മുടെ നാടിനൊരു നേട്ടമാണ്, സമൂഹത്തിനും നേട്ടമാണ്, നമ്മുടെ സേവനങ്ങൾ മെച്ചപ്പെടുന്നു, ഇതിൻ്റെ അനന്തമായ സാധ്യതകൾ തുറന്നു കിട്ടുന്നു. ഞാനിതിൽ വിദഗ്ധനല്ല, ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് 2 പേര് ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിന് ലഭ്യമാകുന്ന സേവനങ്ങളുടെ വിപുലമായ വശത്തെക്കുറിച്ചൊക്കെ പറയാൻ വളരെ യോഗ്യരായിരിക്കും. എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെ അസംഖ്യം സേവനങ്ങളെ ഏറ്റവും കാര്യക്ഷമമാക്കി മാറ്റാൻ കെ ഫോൺ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു നേട്ടമാണ്, ലോകത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഒരു മഹാ നേട്ടമാണ്. ആ നേട്ടത്തെ നാം ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുകയും ഇതിൽ നിന്ന് ഇനി കൂടുതൽ നേട്ടങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയണമെന്ന് ചിന്തിക്കുകയും വേണം. അതിന് പകരം ഒരു തെരഞ്ഞെടുപ്പ് കാലമായി എന്ന് കരുതിയിട്ട് ഈ കെ ഫോണൊക്കെ കൊള്ളില്ല, ഇത് തല്ലിപ്പൊളിയാണ്, ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ജനങ്ങളുടെ മുൻപാകെ കൂടുതൽ ഒറ്റപ്പെടുകയുള്ളൂ കോൺഗ്രസ്. അങ്ങനെ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്നത് നിർഭാഗ്യകരമാണ്. നമ്മൾ ഈ നേട്ടത്തെ ശരിയായി തിരിച്ചറിയുകയും ഒരു പുതിയ കേരളം പിറവി കൊള്ളുകയായി എന്ന് അടയാളപ്പെടുത്താൻ, മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ നമുക്ക് കാലാനുസൃതമായ ഒരു മാറ്റവും ഇല്ല എന്ന് ജനങ്ങൾ പറയും എന്ന് മാത്രമേ എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളൂ. ശ്രീ സലീം, നേരിട്ട് താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരാം. ഞാൻ രതീഷിലേക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിലേക്കും ജയരാജിലേക്കും വരുന്നതിന് മുമ്പ്, ശ്രീ സലീം, വലിയൊരു നേട്ടമല്ലേ? നേട്ടത്തെ നേട്ടമായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് കാര്യങ്ങളെ സമീപിക്കാനാവേണ്ടതല്ലേ? അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു ഇടതു വലത് രാഷ്ട്രീയ തർക്ക വിഷയമല്ല എന്നുകൂടി നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് എന്തു കൊടുക്കാനാകുമെന്ന സ്വരാജിൻ്റെ ഒരു ചോദ്യം, അത് വളരെ നിസാരമായൊരു ചോദ്യവുമല്ല. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമീപനം എന്താണ് എന്നൊരു ചോദ്യമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഇപ്പോൾ ലൈഫ് പിരിച്ചുവിടും, കിഫ്ബി ഇല്ലാതാക്കി കളയും, അതുകൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ കെ ഫോൺ ഇനി വേണ്ട എന്നും തീരുമാനിക്കാം UDF ന്. അങ്ങനെ ഒരു നിലപാടും എടുക്കാം. അല്ലെങ്കിൽ ഇതിനും അപ്പുറം നൽകും എന്നും പറയാം. ആളുകൾ മെല്ലെ ഇതേക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുകയാണ്. അവിടെയാണ് ഈ പരസ്യങ്ങളുടെയൊക്കെ ഒരു നേട്ടം, സർ. അപ്പോൾ അങ്ങനൊരു സമയത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമല്ലേ? സ്വരാജ് ചോദിച്ചതുപോലെ. അതെ, ശരത്, എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇത് നിലപാട് സ്വീകരിക്കാൻ ഇത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെ കുറിച്ചുള്ള ചർച്ചയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് സ്വരാജ് പറഞ്ഞത് മുഴുവൻ ഞാൻ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് സ്വരാജ് പറഞ്ഞത്. ഞങ്ങളുടെ നിലപാട് അതല്ല. കാരണം സ്വരാജ് ഇത് പറയാൻ കാര്യം, ഒരിക്കൽ കേരളത്തിൽ കമ്പ്യൂട്ടർ വിപ്ലവം വന്നപ്പം അതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുത്ത ആ ഡിവൈഎഫ്ഐയുടെ നായക സ്ഥാനത്ത് പിന്നീട് വന്നയാളാണ് സ്വരാജ്. ആ ഓർമ്മകൾ അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് കെ ഫോണുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ അത്തരം നിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഈ ചർച്ചയില്
ഒരു മത്സരാധിഷ്ഠിത സമീപനം സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിന് ഏതെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിരാകരിക്കുന്ന ഒരു നിലപാടും കോൺഗ്രസ് സ്വീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഇത്തരം സമീപനം ഉണ്ടായാലും ഞാൻ ആവർത്തിക്കുമ്പോൾ എനിക്കറിയാം, ശരത്തിടപെടുന്നറിയാം, ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ മുമ്പ് അത് കമ്പ്യൂട്ടർ ആണെങ്കിലും ട്രാക്ടർ ആണെങ്കിലും അതല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളമാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ എന്നെ ഉപദേശിക്കുന്ന, എനിക്ക് സൽബുദ്ധി പകർന്നു നൽകുന്ന സ്വരാജിന്റെ പാർട്ടി സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തിരുത്താവുന്ന സമീപനമാണ് അദ്ദേഹം ഈ ചർച്ചയിലൂടെ കെ ഫോണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു നിമിഷം. അതായത് താങ്കൾ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായും അതിനെ പിന്തുണച്ച ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടിയോ UDF പോയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ വർഷം മാത്രം ആരംഭിച്ച് ഈ വർഷം 2019 മറ്റോ ആരംഭിച്ച് 2021 തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് അതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനാവുന്ന ഒരു കാലത്ത് നിൽക്കുമ്പോൾ എന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതിയോടും ഈ നീക്കത്തോടും അന്ന് ചോദിച്ച ചോദ്യങ്ങൾ? അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു? ഒന്ന് കണ്ടു നോക്കാം. സാർ, ഇപ്പൊ തന്നെ നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും അതിനെ ചേർന്നിട്ടാണ്. അപ്പൊ ഇപ്പൊ തന്നെ നെറ്റ്വർക്ക് ഉണ്ട്. ഈ 12,500 കോടി രൂപ മുടക്കി ഒരു കെ ഫോൺ പദ്ധതിയേക്കാൾ നല്ലതല്ലേ ഇപ്പൊ നിലവിലുള്ള സേവന ദാതാക്കളുടെ സഹായം എടുക്കേണ്ടത്? അത് പറയരുത് ഉടനെ അത് അദാനിയാണ് മറ്റേതാണെന്നുള്ളതല്ല. അപ്പൊ ഇപ്പൊ നിലവിൽ ഈ സംവിധാനം നിലവിലിവിടെ ഉണ്ട്. നമ്മൾ വീഡിയോ കോൺഫറൻസിങ് നടത്തുന്നുണ്ട്, നമ്മൾ ടെലി കോൺഫറൻസിങ് നടത്തുന്നുണ്ട്. അപ്പൊ ആ സംവിധാനം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ആദ്യം 1000 കോടി രൂപ, 500 കോടിയായിരുന്നു, 1000 ആയി, 2000 ആയി. ഈ പദ്ധതിയുടെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ചിന്ത സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട കാര്യം അങ്ങനെ ശ്രദ്ധപ്പെട്ടു. ഇതാണ് ശ്രീ സലീം. അപ്പോൾ ഇതൊന്നും അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളല്ല. കേരളത്തിന്റെ നിയമസഭയിൽ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇതിന്റെ ആവശ്യം, ഇതിന്റെ ആവശ്യകതയുണ്ടോ? അതിനാണ് ഈ ദിവസം നിങ്ങളോട് ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെച്ചത് ഇതിന്റെ ഈ പ്രയോറിറ്റിയാണ്, ഇതിന്റെ മുൻഗണനയാണ്. അതായത് ഈ കേരളത്തിൽ ഈ കോവിഡ് മുമ്പും പ്രളയത്തിന് ശേഷവും കേരളം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത്, അപ്പൊ അത് ഞാൻ പരസ്യത്തിലേക്ക് പറഞ്ഞപ്പോ തന്നെ സ്വരാജ് പോയത് മുമ്പ് ഏതോ നടന്ന പരിപാടിയുടെ പരസ്യവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, അത്തരം സമീപനങ്ങൾ തിരുത്താൻ വേണ്ടിയല്ലേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ സർക്കാരിനേക്കാൾ പരസ്യം വളരെ കുറച്ചു മാത്രം നൽകിയ സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വരാജിന്റെ വാദം വെച്ചത്. പ്രതിപക്ഷ നേതാവ് എന്താണ് ഇതിന്റെ ആവശ്യകത, ഇവിടെ മറ്റ് നെറ്റ്വർക്കുകളില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല ശരത്, ഞാൻ പറയട്ടെ, പ്രതിപക്ഷ നേതാവ് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഒരു ദീർഘമായ വിവരണം എന്റെ കയ്യിലുണ്ട്. അതിൽ ശരത്ത് ആഗ്രഹിക്കുന്ന ഒരു ഭാഗം മാത്രമാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിലാണ് ശരത്ത് ഇപ്പൊ അത് പ്രക്ഷേപണം ചെയ്തത്. ഞങ്ങൾ അന്ന് വെച്ചത് ഇത് 2017 ഈ ബഡ്ജറ്റിൽ 1028-20 കോടി രൂപയുടെ ഒരു ഇത് KCBയും KSITയും ചേർന്നാണ് ഇത് ചെയ്തിരുന്നത്. അത് 2018 ടെൻഡർ ചെയ്യുന്നത്. ആ ട്രെൻഡ് ചെയ്യുമ്പം 58.5% എക്സസ് വന്ന് അത് കൺഫേം ചെയ്ത് കൊടുത്ത കാര്യത്തിലാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കളും KPC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പ്രശ്നം കേരളത്തിൽ ഉയർത്തി കാണിച്ചില്ല. ശ്രീ സ്വരാജ്, അതിലൊരു തർക്കമുണ്ടെങ്കിലാകാം, ഞാൻ മറ്റുള്ളവരിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അതല്ല, പ്രതിപക്ഷ നേതാവ് ശ്രീ സലീം പറഞ്ഞതുപോലെ ടെൻഡർ തർക്കമാണോ? അദ്ദേഹം പറഞ്ഞത് ഈ നെറ്റ്വർക്കുകൾ ആവശ്യത്തിന് ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ആവശ്യകതയുണ്ടോ എന്ന് വെച്ചാൽ കെ ഫോൺ എന്ന ആശയത്തോട് ചേർന്ന് നിന്നിട്ടുണ്ടോ പ്രതിപക്ഷം? എം സ്വരാജ്.
തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു രണ്ട് കാര്യം കൂടി പ്രതികരിച്ചുകൊള്ളട്ടെ. അദ്ദേഹം യാദൃച്ഛികമായി ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു അവരുടെ കാലത്തെ പരസ്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചതിനെ കുറിച്ച് അതൊക്കെ തിരുത്താനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ വാദം. അവ തിരുത്തേണ്ടതാണ് ആ കാലം എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് തിരുത്തി. ഞാൻ പറഞ്ഞത് അത് ഞങ്ങൾ ആവർത്തിച്ചു എന്നല്ല, ആ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം എന്നുള്ള ആവശ്യത്തിനെ പരസ്യം കൊടുക്കുന്നുള്ളൂ എന്നാ പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്നാ പറയുന്നത്. അല്ല, അത് തിരുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അത് തിരുത്തേണ്ടതാണ്, തിരുത്തി. ഇനി രണ്ടാമത്തത്, ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞ ഒരു വാദം എല്ലാ കോൺഗ്രസ്സുകാരും ആവർത്തിക്കുന്നതാണ്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. എന്ത് ചർച്ചയിലേക്ക് വന്നാലും അപ്പൊ പറയും നിങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തവരല്ലേ, നിങ്ങൾ ട്രാക്ടറിനെ എതിർത്തവരല്ലേ. എന്തൊരു കഷ്ടമാണിത്. എന്താ വസ്തുത എന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. കമ്പ്യൂട്ടറിനോടാണോ വിരോധം? അന്ധമായ കമ്പ്യൂട്ടർ വൽക്കരണം നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി നഷ്ടപ്പെടും. അപ്പോൾ ഒരു ആശയം അന്ന് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം ഇടയിൽ ഉയർന്നു വന്നു. കാര്യക്ഷമത കൂട്ടാൻ കമ്പ്യൂട്ടർ ആകാം, പക്ഷെ നിലവിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി സംരക്ഷിച്ചുകൊണ്ട് വേണം കമ്പ്യൂട്ടർ വൽക്കരണം. ഇത് ആരെടുത്ത നിലപാടാ? ഇത് DYFI എടുത്ത നിലപാടാ? ഞാൻ അങ്ങനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഈ കമ്പ്യൂട്ടർ തർക്കം സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിഭാഗം കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജീവനക്കാരുടെ ഇടയിൽ എതിർപ്പുണ്ടായി. അപ്പോൾ ജീവനക്കാരുടെ യോഗം വൈസ് ചാൻസലർ വിളിച്ചുകൂട്ടി. അപ്പോൾ പരീക്ഷാ വിഭാഗത്തിൽ റിസൾട്ടുകൾ വേഗത്തിൽ വരാനും അതിൻ്റെ കൃത്യത ഉറപ്പാക്കാനും കമ്പ്യൂട്ടറിൻ്റെ സേവനം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ പൊതുവെ ജീവനക്കാർ അതിനോട് യോജിച്ചു. എന്നിട്ട് ജീവനക്കാരെ ജോലി ആരുടെയും നഷ്ടപ്പെടില്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അവരുടെ ജോലി വികേന്ദ്രീകരിക്കും, അങ്ങോട്ട് മാറ്റും. അതിന് പൊതുവെ ജീവനക്കാർ അംഗീകരിച്ചു. എന്നാൽ പരീക്ഷാഭവന്റെ കമ്പ്യൂട്ടർ വൽക്കരണത്തെ പോലും എതിർത്ത് അവിടെ പണിമുടക്ക് സമരം നടന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നാണ്. ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഉദ്ഘാടനം ചെയ്യാൻ വന്ന് തകർപ്പൻ പ്രസംഗം ഈ കമ്പ്യൂട്ടറിനെതിരായി നടത്തിയ നേതാവിൻ്റെ പേര് ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ്. ആ ഫോട്ടോ ഇപ്പോൾ അവൈലബിൾ ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ അന്നത്തെ നേതാവ് എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള സ്നേഹിതൻ കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്ന അങ്ങേപോലെയുള്ളവർ ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ പറയരുത്. കമ്പ്യൂട്ടർ വൽക്കരണത്തെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്ത ഘട്ടത്തിൽ നിലവിലുള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അപകടത്തെ എല്ലാ സംഘടനകളും പാർട്ടികളും ട്രേഡ് യൂണിയനുകളും എതിർത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആർക്കെങ്കിലും കമ്പ്യൂട്ടറിനോട് എതിർപ്പുണ്ടെന്നല്ല. CITU എതിർത്തിട്ടുണ്ട്. അവരെതിർത്തപ്പോൾ പറഞ്ഞത് നിലവിലുള്ളവരുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് എല്ലാ യന്ത്രവൽക്കരണത്തിലും വന്നിട്ടുള്ളത്. അല്ല, ട്രാക്ടറിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ലോകത്തിൽ ആദ്യമായി ട്രാക്ടർ ഉപയോഗിച്ച് കൃഷി ചെയ്ത് സോവിയറ്റ് യൂണിയനിലാണ് സ്റ്റാലിൻ്റെ കാലത്ത്. നെഹ്റുവും സ്റ്റാലിനും തമ്മിലുള്ള ചർച്ചയിലാണ് ആ ഗ്രൂപ്പ് ഫാമിങ്ങിനെ കുറിച്ചും പ്ലാനിങ്ങിനെ കുറിച്ചും ഒക്കെ ഇന്ത്യക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത്. അതുകൊണ്ട് അങ്ങ് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ദയവായി മാറ്റണം. കമ്പ്യൂട്ടറിനോട് ഒരു വിരോധവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. മനുഷ്യത്വരഹിതമായി കമ്പ്യൂട്ടർവൽക്കരണം നടത്തുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടും, തൊഴിലാളികൾ വഴിയാധാരാവും. അത് പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. K-ഫോണിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇവിടെ നിങ്ങൾ ദൃശ്യം പ്രദർശിപ്പിച്ചത്. ഞാൻ നിയമസഭയിൽ കേട്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഇനി അദ്ദേഹം മറ്റെന്തെങ്കിലും അഭിപ്രായം മറ്റെവിടെയെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിയമസഭയിൽ പറഞ്ഞത് വ്യക്തവും കൃത്യവുമായിരുന്നു, കാര്യമാത്ര പ്രസക്തമായിരുന്നു. അതിങ്ങനെയാണ്, നമ്മൾ കേട്ടതാണ്. മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അത് അംബാനിയും അദാനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചാൽ പോരെ. നമുക്കെന്തിന് K-ഫോൺ? സ്റ്റേറ്റ് എന്തിന് ഇങ്ങനെ ഒരു K-ഫോൺ ആവിഷ്കരിക്കണം? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിലൂടെ നമ്മൾ ചെയ്താൽ പോരെ എന്നാണ്. അതല്ലേ നിങ്ങളുടെ നിലപാടുണ്ടായിരുന്നത്? ആ നിലപാട് കേരളത്തിന് ഗുണമാണോ? ഈ K-ഫോൺ നമുക്ക് വരുമാനം തരും. നമുക്ക് ഏതൊക്കെ തരത്തിൽ നേട്ടമുണ്ടെന്നറിയോ? സാധാരണക്കാർക്ക് സൗജന്യ ഇന്റർനെറ്റ് സേവനം. കേരളത്തിന്റെ ഇന്റർനെറ്റ് സേവനത്തിന്റെ ലോകമേ മാറുന്നു. പുതിയൊരു കേരളം വരുന്നു. ഒപ്പം നമ്മുടെ ഈ K-ഫോണിനെ മറ്റ് പ്രൊവൈഡേഴ്സിനും മറ്റ് സംരംഭകർക്കും ഒക്കെ ഉപയോഗിക്കാം. അതുവഴി നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യും. ഇതൊരു മഹത്തായ കുതിച്ചുചാട്ടമാണെന്നേ. അതിനെ ആ അർത്ഥത്തിലും വ്യാപ്തിയിലും കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും കാണാൻ കഴിഞ്ഞാൽ നല്ലത്. അങ്ങേക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം ഒരു നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ നിലപാട് തന്നെ ആയിരിക്കും അങ്ങേക്കുമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ തിരുത്തുകയും ചെയ്യാം. ഇല്ല, പക്ഷേ ഞാൻ ശ്രീ സലിമിലേക്ക് വരാം. അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല.
എന്നാൽ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിൻ്റെ വാദത്തെ അന്നത്തെ വാദത്തെ ഉൾക്കൊള്ളുന്നതായും തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അവസരത്തിൽ അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി വിശദീകരിക്കാൻ അവസരം ഒരുങ്ങുകയും ചെയ്യും. ഇവിടെ ശ്രീ ജയരാജ്, ഇതുമായി ബന്ധപ്പെട്ട സാധാരണക്കാർക്ക് കേരളീയ ജീവിതത്തിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൽ എത്രമാത്രം വലിയ സാധ്യതയാണ്, ഇതൊരു ശരിയായ വളരെ യുക്തമായ ആലോചനയാണോ എന്നുള്ളതാണ് ഞാൻ താങ്കളോട് സാധാരണക്കാരുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയും നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് പോകും മുമ്പ് 1-2 വിവരങ്ങൾ കൂടി ചില കാർഡുകളായി നമ്മൾക്കൊന്ന് കാണാം. കാരണം ഇത് തർക്കങ്ങൾക്കപ്പുറത്തേക്ക് ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണല്ലോ. ആ കാർഡുകളൊന്ന് കണ്ടു നോക്കാം. കെ ഫോൺ വരുന്നതോടുകൂടി, മുമ്പ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതുപോലെ നമുക്ക് ഒരുപാട് മൊബൈൽ കമ്പനികളുണ്ട്, ആ കാർഡിലേക്കാണ്. ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നു. അവിടെയാണ് ഈ 50,000 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല കെ ഫോണിലൂടെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ സത്യത്തിൽ കാണേണ്ടത് BSNL അടക്കം എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും ഊഹിക്കാം. അടക്കം ആർക്കും കെ ഫോണിൻ്റെ അത്ര ദീർഘമായ ഫൈബർ നെറ്റ്വർക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. അത്ര വിപുലമായിട്ടുള്ളൊരു ശൃംഖല കമ്പനികൾ തിരിഞ്ഞു നോക്കാത്ത, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ കമ്പനികളൊന്നും BSNL അടക്കം ഒരു കമ്പനിയും തിരിഞ്ഞു നോക്കാത്ത ഗ്രാമീണ മേഖലയിലും കെ ഫോൺ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്തിയാലോ? അങ്ങനെ എത്തുമ്പോൾ ആ കെ ഫോൺ സംവിധാനത്തിൽ വാടക നൽകി കെ ഫോൺ സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ കമ്പനികൾക്ക് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നൽകാവുന്നതാണ്. ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സിന് ഇന്റർനെറ്റ് നൽകാവുന്നതാണ്. കെ ഫോണിലൂടെ കേരളത്തിൽ എവിടെയും കമ്പനികൾക്ക് കണക്ഷൻ നൽകാം. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ കമ്പനികൾക്ക് കെ ഫോണിലൂടെ പോയി നൽകാം, കണക്ഷൻ നൽകാം. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം, ഈ നേരത്തെ രതീഷും അതുപോലെ ജയരാജും ഒക്കെ പറഞ്ഞതുപോലെ ഇടയിൽ ഈ ഇന്റർനെറ്റ് കട്ടായി പോകുമോ എന്ന ആശങ്ക വേണ്ട. വേഗത ഉറപ്പാക്കി തടസ്സമില്ലാത്ത ഇന്റർനെറ്റ്, അതാണ് കെ ഫോൺ ഉറപ്പാക്കുന്നത്. കണക്ഷൻ നമ്മൾക്ക് കമ്പനികൾ നൽകും, പക്ഷേ ആ കമ്പനികൾ നൽകുന്ന ഇന്റർനെറ്റിന് വേഗതയുണ്ടാകും, തടസ്സമുണ്ടാകില്ല. ടെലികോം കമ്പനികളെ തോൽപ്പിക്കാനല്ല എന്നതുകൂടി കേരളം ഇതിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. എവിടെയും മെച്ചപ്പെട്ട, എവിടെയും എന്നതിൻ്റെ അടിസ്ഥാനം നമ്മളിവിടെ ഓൺലൈൻ മീറ്റിംഗ് ചേരുന്നില്ലേ? നഗരങ്ങളിൽ ഇതൊക്കെ നടക്കുന്നില്ലേ? ചില ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും നടക്കുന്നില്ലേ? പക്ഷേ തോപ്രാംകുടിയിലും ഇടമലക്കുടിയിലും അടക്കം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഏതു മൂലയിലും ഇതെത്തുന്ന ഒരു സാഹചര്യം വേണ്ടേ? അതും അവരുടെ അവകാശമല്ലേ? കേരളീയൻ്റെ പൊതുവായ അവകാശമല്ലേ? ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതെ ഈ ഇന്റർനെറ്റ് അവകാശമാക്കി മാറ്റിയ സ്റ്റേറ്റിലെ ഓരോ കേരളീയന്റെയും അവകാശമല്ലേ? അവിടെയാണ് ടെലികോം കമ്പനികളെ തോൽപ്പിക്കാനല്ല, എവിടെയും മെച്ചപ്പെട്ട സേവനം ഇന്റർനെറ്റ് ഉറപ്പാക്കുക. കെ ഫോൺ സേവനത്തിന് പകരം കമ്പനികൾ എന്ന് പറഞ്ഞാൽ കെ ഫോണിന്റെ സേവനം ഏറ്റുവാങ്ങുന്ന ഈ കമ്പനികൾക്ക് ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ നെറ്റ് നൽകാൻ തയ്യാറാകേണ്ടി വരും. കെ ഫോൺ സേവനത്തിന് പകരം അത്തരം വ്യവസ്ഥകളൊക്കെ സർക്കാർ നിശ്ചയിക്കുകയും ആ വ്യവസ്ഥകളിലും ധാരണയിലൂടെയും കെ ഫോൺ സംവിധാനത്തിലൂടെ നല്ല ഇന്റർനെറ്റ്, ശക്തമായ ഇന്റർനെറ്റ് കൊടുക്കുമ്പോൾ പകരം കുറഞ്ഞ നിരക്കിൽ കൊടുക്കണം എന്നുള്ളതാണ് അതിലൂടെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചില വിവരങ്ങളാണ് ജയരാജ് താങ്കളുടെ കൂടി ശ്രദ്ധയിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് താങ്കളുടെ ഒരു പ്രായോഗിക അനുഭവത്തിലും ജനങ്ങളുടെ പൊതുവിചാരത്തിൽ നിന്നും കെ ഫോണിനെ കുറിച്ച്, അതിന്റെ സാധ്യതയെക്കുറിച്ച്, ആ ആലോചനയെക്കുറിച്ച് എന്താണ് ഇനി പറയാനുള്ളത്? ആദ്യമേ ശ്രീ അഡ്വക്കേറ്റ് സലീം പറഞ്ഞ ഒരു കാര്യത്തിനുള്ളൊരു മറുപടി എന്ന നിലയിൽ ഞാൻ പറയാം. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ോടുകൂടിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു സംസാരത്തിൽ അതിഭാവുകത്വം ഉണ്ടായിരുന്നു. ഒരിക്കലും അതൊരു അതിഭാവുകത്വമല്ല, എന്റെ അമിതമായ ഒരു പക്ഷേ സന്തോഷമായിരിക്കും പുറത്തേക്ക് വന്നത്. കാരണം ഞാൻ ഇന്റർനെറ്റ് കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഒരാളാണ്. ഞാനൊരു ടെക് യൂട്യൂബറാണ്. ഞാൻ ഓരോ ദിവസവും യൂട്യൂബിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ്. കേരളത്തിൽ എനിക്ക് ഇന്റർനെറ്റ് നല്ല രീതിയിൽ ലഭിച്ചില്ല എങ്കിൽ എന്റെ ഉപജീവനം നടക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഇന്റർനെറ്റ് രംഗത്ത് കേരളത്തിൽ വരുന്നു എന്ന് അറിയുമ്പോൾ എന്റെ സന്തോഷമാണ് എന്റെ വാക്കുകൾ നേരത്തെ പ്രകടമായത്. അതൊരിക്കലും അതിഭാവുകത്വമല്ല എന്ന് പറഞ്ഞു പോലെ. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആ ഒരു ക്ലിപ്പിങ്ങിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, ഇവിടെ നെറ്റ്വർക്കുകൾ ആവശ്യത്തിന് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ആളുകൾ ഇന്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഇന്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ എന്റെ യൂട്യൂബിൽ എനിക്ക് ഏകദേശം 12 ലക്ഷത്തിലും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഇപ്പോഴും മൊബൈൽ റേഞ്ച് കിട്ടണമെങ്കിൽ ശക്തമായിട്ടൊരു കാറ്റടിക്കണം. ആ ഒരവസ്ഥയാണ്. തമാശയല്ല ഞാൻ പറഞ്ഞത്.
കാരണം ഇവിടെ ഈ മൊബൈൽ നെറ്റ്വർക്കൊക്കെ ആവശ്യമുള്ളത് എവിടെയാണ് കേരളത്തിൽ? നമ്മുടെ പ്രധാനപ്പെട്ട സിറ്റികളിലും നമ്മുടെ ദേശീയ പാതയോരത്തെ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഈ ശക്തമായിട്ടുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങൾ നൽകിയിട്ടുള്ളത്. ഗ്രാമീണ മേഖലകളിലേക്ക് ചെന്ന് നോക്കണം, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കണമെങ്കിൽ അവിടങ്ങളിലേക്ക് വരണം. ഞാനിവിടെ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മൊബൈൽ കമ്പനിയും സർവീസ് പ്രൊവൈഡറിന് പോലും കവറേജ് കൃത്യമായിട്ടില്ല. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ എവിടെയാണ് കേരളത്തിൽ കൃത്യമായിട്ട് നെറ്റ്വർക്ക് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അത് ഉണ്ടെങ്കിൽ, അങ്ങനെ പറയപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും പട്ടണങ്ങളിലും ഈ പറഞ്ഞ ദേശീയ പാതയും കേന്ദ്രീകരിച്ച് മാത്രമാണ് അത്തരം ഈ കവറേജ് കൃത്യമായിട്ട് നൽകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഈ നോട്ട് നിരോധനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് വന്ന ഒരു സംഗതിയുണ്ട്. അത് ഡിജിറ്റൽ പണമിടപാടായിരുന്നു. ആ ഒരു നോട്ട് നിരോധനം കാരണം എല്ലാവരും, കൂടുതൽ പേരും ഇത്തരത്തിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറുകയുണ്ട്, ഗൂഗിൾ പേ പോലെയുള്ള. എന്ന് പറഞ്ഞ പോലെ ഈ ദുരിതകരമായ കൊറോണ നമുക്ക് സമ്മാനിച്ച ഒരു പോസിറ്റീവ് സൈഡുണ്ട്. അതായത് വർക്ക് അറ്റ് ഹോമും ഈ പറഞ്ഞ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയുമാണ്. അപ്പോ നമുക്കറിയാം, ഈ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന രീതിയൊക്കെ വിദേശ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ഉള്ളതാണ്. ഈവൻ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ വരെയും വർക്ക് അറ്റ് ഹോം നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് അത്ര സുപരിചിതമായിരുന്നില്ല വർക്ക് അറ്റ് ഹോം എന്നുള്ളത്. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. ഈ ഒരു കൊറോണ കാരണം ബാംഗ്ലൂർ പോലെയുള്ള വലിയ നഗരങ്ങളിൽ ജോലി ചെയ്തിരുന്ന IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് അവർ തിരിച്ചു വരികയും സ്വന്തം മാതാപിതാക്കളോടൊപ്പവും കുടുംബാംഗങ്ങളോടൊപ്പവും അവർ വളരെ സന്തോഷത്തോടെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ. ഇനി ഒരു കാര്യം, നേരത്തേക്ക് ഇത്തരം ആളുകൾ ഈ പറഞ്ഞ പട്ടണങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവർ കയ്യിലിരിക്കുന്ന വാടകയൊക്കെ കൊടുത്ത്, അമിത വാടകയും കൊടുത്തൊക്കെ ഒരുപാട് ചെലവ് ആയിട്ടാണ് പട്ടണങ്ങളിൽ പോയി അവർ ജോലി ചെയ്തിരുന്നത്. അതൊക്കെ ഈ ഒരു വർക്ക് അറ്റ് ഹോമിലേക്ക് വന്നപ്പോൾ മാറ്റം വന്നു. പക്ഷേ അവിടെ എല്ലാം വെല്ലുവിളി ഉയർത്തുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ്. ഈ ആവശ്യമുള്ള മൊബൈൽ റേഞ്ച് ഇല്ല നമുക്ക് ഇന്റർനെറ്റിൽ ലഭിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ സർവീസ് പ്രൊവൈഡേഴ്സ്, ഇപ്പോൾ വൈഫൈ പോലുള്ള കണക്ടിവിറ്റികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും കൃത്യമായ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള വേഗതയിൽ. നമ്മൾ എടുക്കുന്ന ഓരോ പ്ലാൻ ഉണ്ട്, ഇത്ര Mbps പ്ലാൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അത്രയും സ്പീഡ് നൽകുന്ന ഏത് സർവീസ് പ്രൊവൈഡർ ഉണ്ട് നമ്മുടെ കേരളത്തിൽ? ആകെ നമ്മുടെ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ വൈഫൈ കണക്ടിവിറ്റി കേരളത്തിൽ നൽകുന്നത്. അവരുടെ കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ വിളിച്ചാൽ പോലും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് അവരിൽ നിന്ന് കിട്ടുക പോലുമില്ല. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കൾ തന്നെ ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതിഷേധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ഈ പറയുന്ന പ്ലാൻ അനുസരിച്ചുള്ള സ്പീഡ് പോലും കൃത്യമായിട്ട് നൽകത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ മൊബൈൽ ഇന്റർനെറ്റ് രംഗത്ത് ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ജിയോ വന്നതിന് ശേഷമാണ്, ജിയോ നെറ്റ്വർക്ക് വന്നതിന് ശേഷമാണ്. മറ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് എല്ലാം അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഡാറ്റയ്ക്ക് ഒരുപാട് തുക കുറയ്ക്കുകയുണ്ടായി. അതിനു മുമ്പ് നമുക്കറിയാം 1 GB ഡാറ്റയ്ക്കൊക്കെ ഇന്ന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ലഭിക്കുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ അധികം പൈസ കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ജിയോ കൊണ്ടുവന്നത് പോലെയാണ് ഞാൻ ഈ K-ഫോണിനെ നോക്കിക്കാണുന്നത്. വൈഫൈ രംഗത്ത് ഇത് ഒരു വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞ പോലെ 20 ലക്ഷത്തിലധികം സാധാരണക്കാരായ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് മിതമായ നിരക്കിൽ ബാക്കിയുള്ളവർക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് അവർ തങ്ങളുടെ റേറ്റ് കുറയ്ക്കുകയും മികച്ച സേവനം നൽകാൻ അവർ തയ്യാറാവുകയും ചെയ്യും. അടുത്തൊരു മത്സരം എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും തമ്മിൽ ഇത് കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. അതൊരു ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. രതീഷ്, ഇപ്പോൾ ജയരാജ് പറഞ്ഞപ്പോൾ ജിയോ വന്നതിന് ശേഷം വന്നൊരു വലിയ മാറ്റം ഇന്റർനെറ്റിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. ആ മത്സരം എന്നത് എങ്ങനെയാണ് ഈ ടെലികോം രംഗത്ത് എന്നുള്ളത് കാണാം. കേരളം എന്നൊരു സംസ്ഥാനം ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇന്റർനെറ്റ് ഏറ്റവും വലിയ അവകാശമായി പൗരൻ്റേതും മാറ്റുകയും അതിനുള്ളൊരു പ്രായോഗിക തലം ഈ K-ഫോണിലൂടെ കൊണ്ടുവരികയും ചെയ്താൽ ഈ പറഞ്ഞതുപോലെ തന്നെ ടെലികോം കമ്പനികൾക്ക് കേരളത്തിൻ്റെ ഏറ്റവും നല്ല മാർക്കറ്റിൽ നിൽക്കാൻ, പലതരത്തിൽ ഈ റേറ്റുകൾ കുറയ്ക്കാൻ, ഈ K-ഫോണിൻ്റെ സർവീസ്, നല്ല ഇൻ്റർനെറ്റ് നൽകാൻ ഒക്കെ അവർക്ക് ആശ്രയിക്കേണ്ടി വരില്ലേ? അപ്പോൾ K-ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഒരു മീഡിയമായി കേരളത്തെ സംബന്ധിച്ച് പല കാര്യത്തിലും പല രീതിയിലും മാറും എന്ന് തന്നെയാണോ കരുതുന്നത്? സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളൊക്കെ പങ്കുവെക്കുന്ന, നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? തീർച്ചയായും ഞാൻ ഇത്തരത്തിൽ K-ഫോണിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ആദ്യം ആളുകൾ ചിന്തിച്ചത് ഇത് പോസിബിൾ ആണോ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭമായതുകൊണ്ട് ഇത് നടക്കുമോ എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ, നമ്മുടെ ഉൾനാട്ടിൽ പോലും നമുക്ക് ഗതാഗതത്തിന് ചെല്ലണമെങ്കിൽ KSRTC വേണം. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വൈദ്യുതി എത്തിക്കണമെങ്കിൽ KSEBക്ക് കഴിയും. അതേ KSEBക്ക് തന്നെ ഇന്റർനെറ്റ് കൊടുക്കാൻ അത് KSEBക്ക് മാത്രമേ കഴിയൂ. ഇത്രയും ഇതില് ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നോർത്ത് പറവൂരിലാണ്, അതായത് ടൗണിന് അടുത്താണ്.
ഏകദേശം 3-4 വർഷത്തോളമായിട്ട് 2 പ്രമുഖ കമ്പനികൾ, ഞാൻ പേര് പറയുന്നില്ല കാരണം അവരെ അധിക്ഷേപിക്കലായിട്ടൊക്കെ തോന്നും, ഈ 2 ടീമിന്റെയും ഇന്റർനെറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഒന്ന് ഫൈബർ നെറ്റ് ആണ്, മറ്റൊന്ന് കോയാക്സിയൽ കേബിൾ ആണ് അവർ ഉപയോഗിക്കുന്നത്. 3 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയോട് ഈ കോയാക്സിയൽ കേബിൾ മാറ്റിയിട്ട് ഫൈബർ നെറ്റ് എനിക്ക് തരാൻ പറയുന്നു. എന്നെ അവർക്കറിയാം, ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും പലവട്ടം ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിലും ഇതിലൊക്കെ പറഞ്ഞിട്ടും അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടും, പ്രൈവറ്റ് കമ്പനിയാണ്, ഇന്ന് വരെ എനിക്ക് അത് ഫൈബർ ആക്കി തന്നിട്ടില്ല. ഈ ഫൈബർ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് സാധ്യമാകുന്നത്. നമ്മളിപ്പോ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഇരുന്നിട്ട് ഈ കോൾ ചെയ്യുന്ന ഇത്രയും ക്വാളിറ്റിയോടെ നമുക്ക് വീഡിയോ കോൺഫറൻസ് ചെയ്യാൻ സാധിക്കുന്ന പോലും ഫൈബർ ഇന്റർനെറ്റ് വെച്ചിട്ടാണ്. നമ്മൾ നേരെ തിരിച്ച് ഒരു ടവറിൽ കൂടി ലഭിക്കുന്ന ഇന്റർനെറ്റ് വെച്ച് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം 3G എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു 8 Mbps എങ്കിലും സ്പീഡ് ഒരു ആവറേജ് ലെവലിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എവിടെ പോയിരുന്നാലും ഇഴഞ്ഞിഴഞ്ഞായിരിക്കും ഇന്റർനെറ്റ് കിട്ടുക. അപ്പോ അത്തരത്തിലൊരു ടവറിൽ കൂടി കിട്ടുന്ന ആ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോ സംവദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? മാത്രമല്ല ഒട്ടേറെ ആളുകൾ ഒരു ടവറിന് കീഴിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, നെറ്റ്വർക്കിന്റേതായ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് ഹൈസ്പീഡ് ഇന്റർനെറ്റ് അത് ഇന്ന് ലഭ്യമായ ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഏകദേശം 50,000-60,000 കിലോമീറ്ററോളമാണ് കേബിൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോ അത്തരം ഇതില് നമ്മൾ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് എത്തുക എന്ന് പറയുമ്പോൾ അത്രമാത്രം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. സാധാരണ ജനങ്ങൾക്കും ഇന്റർനെറ്റ് എന്താണെന്ന് അറിയണമല്ലോ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ 3G അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് സാധിക്കും. അത് മാത്രമല്ല നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടില് 2G വന്നതിന് ശേഷം ഇപ്പൊ 5G വരാൻ പോകുന്നു. 5G എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ടവറുകൾ സ്ഥാപിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കുക. കാരണം 5Gക്ക് നെറ്റ്വർക്ക് കവറേജ് അല്ലെങ്കിൽ ആ സിഗ്നൽ ലെങ്ത് കിട്ടുക വളരെ കുറവായിരിക്കും. അപ്പൊ കൂടുതൽ ടവറുകൾ വേണം. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സ്ഥിതി എന്താ? എവിടെയെങ്കിലും ഒരു ടവർ വയ്ക്കാൻ പ്ലാൻ ഇടുന്നു എന്ന ഒരു കമ്പനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ആരംഭിച്ചാൽ അപ്പോഴത്തേക്ക് അവിടെ സമരം തുടങ്ങും. അങ്ങനത്തെ നാടാണ് നമ്മുടെ കേരളം മാത്രമല്ല നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ നാട്ടുകാർ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടില് നമുക്ക് തീർച്ചയായും നമുക്ക് ശരിക്കും രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഫൈബർ കേബിളാണ്. പിന്നെ സർക്കാരിനെ സംബന്ധിച്ച് മറ്റു ചില ലാഭങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് നമ്മുടെ സർക്കാരുകളെല്ലാം തന്നെ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഡാറ്റയും മറ്റു കാര്യങ്ങളും നമ്മളെല്ലാവരും നമുക്കറിയാം, ഈ അടുത്തും വിവാഹമുണ്ട് ഡാറ്റ ചോർക്കാൻ മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളത് എന്താണ്, നമ്മൾ ഈ സെർവറുകളായിട്ട് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെതാണ്. നമുക്ക് K-Phone എന്നത് സ്വന്തമായിട്ടൊരു സെർവർ സ്ഥാപിക്കുകയാണെങ്കിൽ, കാരണം ഇത്രയും നല്ലൊരു സ്പീഡുള്ള ഒരു ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പല കമ്പനികളുടെ സഹായത്തോട് സാധിക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം ഒരു നെറ്റ്വർക്ക് സെർവർ, നമ്മുടെ ഓരോ ഡാറ്റകൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സെർവർ ഒക്കെ സ്ഥാപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത് ഒഴിവാക്കാനും. അത് മാത്രമല്ല നമുക്ക് പല ആപ്ലിക്കേഷനുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ സ്വന്തം സെർവറിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് അധികം ചെലവ് വരും. ഞാൻ രതീഷിനോട് ഒരു ചെറിയ കാര്യം മാത്രം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ മീറ്റിംഗിൽ ഇതുപോലൊരു യൂട്യൂബർ, ഒരു വ്ളോഗർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കേരളത്തിന് ആമസോൺ പോലെ ഒക്കെ ഒരു സംവിധാനമായി കൂടാ? ഇതൊരു പൊട്ടൻഷ്യൽ സ്റ്റാർട്ടാണോ? അത് ചോദിച്ചത് ഞാൻ തന്നെയാണ്. ആ ചോദ്യം ശരി, സോറി. അതെ, അപ്പൊ അത് തീർച്ചയായും, കാരണം ഇത് ഞാനത് ഈ K-Phone വരുന്നു എന്നതിന്റെ കൂടി ഇത് ഫിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. കാരണം നമ്മുടെ സർക്കാർ എന്തായാലും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 20-21 വർഷം മുമ്പ് ഇറങ്ങിയ 3G നമ്മുടെ നാട്ടിൽ ഇന്നും കൃത്യമായിട്ട് സബലീകരിക്കാത്തത് ആ സർവീസ് നൽകുന്ന കമ്പനികളുടെ കൂടി ഒരു ഉത്തരവാദിത്വക്കുറവാണ്. അപ്പൊ സർക്കാരിന്റെ കീഴിൽ ഇത്തരം ഒരു സർവീസ് വരുമ്പോൾ സർക്കാരിന് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ ചിന്തിക്കാനും അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഒരു നെറ്റ്വർക്കിൽ കൂടി നമുക്ക് വിവിധ കമ്പനികളുടെ നെറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് IPTV എന്ന ഇത് സാധ്യമാകും. അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഒരു ഇത്രയുമൊക്കെ വിപുലീകരണം നടക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ വ്യാപാരികളെ സ്ഥിതി ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം കൂടി തുടങ്ങുന്നതിന് സാധിക്കും. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും മാക്സിമം ഫാസ്റ്റ് ആകാൻ നമുക്ക് ഫാസ്റ്റ് ഇന്റർനെറ്റ് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഉള്ള നെറ്റ്വർക്ക് ടവറുകൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറുകയാണ്. നമ്മൾ എപ്പോഴും ഒരു 10-15 വർഷം മുന്നിട്ട് ചിന്തിച്ചാൽ മാത്രമായിരിക്കും നമുക്കൊരു 5 വർഷത്തെ കാര്യമെങ്കിലും ചെയ്യാനും.
അപ്പൊ നമ്മൾ സമയം പാഴാക്കിയിട്ട് ശ്രീ സലീം ഞാൻ രതീഷ് ഞാനൊന്ന് ഇടപെടുന്നു. ശ്രീ സലീം, ഇതൊരു വലിയ മെസ്സേജാണ്. അതായത് കാലം മാറുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകാൻ നമ്മുടെ ആളുകൾ തയ്യാറല്ല. പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ മുന്നേറ്റങ്ങളും അതിൻ്റെ ഇംപ്ലിമെന്റേഷനും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാലമാണ്. ഈ 52,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തലങ്ങും വിലങ്ങും എല്ലാ മേഖലയിലേക്കും ഈ ഫൈബർ ഒപ്റ്റിക്സ് എത്തിക്കാൻ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എത്തിക്കാൻ, ലൈൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള KSEB-യിലൂടെ വലിച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കണക്ക് ഞാൻ പറയാം. ഇപ്പോൾ BSNL ആകെ 20,000 കിലോമീറ്ററാണ് കേരളത്തിൽ ഈ പറഞ്ഞ നിലയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലൈൻ ഉള്ളത്. അതുപോലെ തന്നെ വർഷങ്ങൾ രണ്ടാം സ്ഥാനത്തുള്ള ജിയോയ്ക്ക് 5,000 കിലോമീറ്റർ കേബിളാണുള്ളത്. അതുപോലെ ബാക്കിയുള്ളവയ്ക്കെല്ലാം കൂടി 1000-ൽ താഴെയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് എത്തിക്കണമെങ്കിൽ ഇത്ര സമഗ്രമായ ഒരു സംവിധാനം, സർ, അത് ചെയ്യണമെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനെ കഴിയൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ, പാലങ്ങൾ, റോഡുകൾ, ഇതൊന്നും, കളിയിടങ്ങൾ, കളിസ്ഥലങ്ങൾ, ഇതൊന്നും നിർമ്മിക്കാൻ ഒരു അംബാനിയും അദാനിയും വരില്ല. പക്ഷെ ഒരു റെയിൽപാളമോ ഒരു വിമാനത്താവളമോ ഒരു പോർട്ടോ എന്തുമാവട്ടെ അത് ഏറ്റെടുക്കാൻ അവർ വരും. പക്ഷെ നമ്മൾക്ക് വേണ്ട ഈ അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം അതാത് സർക്കാരുകൾക്കാണ്, ഒരു വെൽഫെയർ സ്റ്റേറ്റിനാണ്. അപ്പോൾ ആ മേഖലയിൽപ്പെട്ടതാണ് ഇപ്പോൾ ഡിജിറ്റൽ. ജനം അങ്ങനെ കാണുകയാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സമരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നാൽ, കമ്പ്യൂട്ടർ സമരം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തൽ സ്വരാജ് നടത്തും. പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത് ഭാവി കാലത്തിൽ ഫോൺ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പിന്നോട്ട് നടന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രരേഖയായി മാറും. ഞാൻ അടർത്തിയെടുത്തൊരു ശകലം കാണിച്ചു എന്നൊന്നും പറഞ്ഞാൽ അന്ന് ആളുകൾ നിങ്ങൾക്കൊപ്പം നിൽക്കില്ല, നിങ്ങൾ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കില്ല. ഇതാണ് പ്രധാന പ്രശ്നം. ശ്രീ സലീം, അല്ല ശരത്തെ, ഈ കാലം മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യം എന്നും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഒരു സംശയമില്ല, അത് കാലം മാറിക്കൊണ്ടിരിക്കണമെന്നുള്ള ഒരു അതിശക്തമായ വികാരം കൂടി ഞങ്ങൾക്കുണ്ട്. ഇവിടെ പിന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ സ്ഥലത്ത് ഒരു 2 മിനിറ്റ് എടുക്കുകയാണ്. 2 കാര്യങ്ങൾ ഉള്ളത്. ഒന്ന്, ഇവിടെ ജയറാമും രതീഷും രണ്ടുപേരും, എനിക്കും ശരത്തിനും, ജയരാജും രതീഷും, എനിക്കും ശരത്തിനും സ്വരാജിനും അറിയാത്ത കാര്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. അത് അവര് കോമ്പറ്റന്റ് ആണ്. അപ്പം ഞാനും ആ രീതിയിലാണ് കണ്ടത്. ഞാനത് ഈ ഒരു എക്സാഗ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അത് ജയരാജനോട് എന്റെ ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒന്ന്, ഫോണിന്റെ ഹൈലൈറ്റ് എന്താണ്? 20 ലക്ഷം ആളുകൾക്ക് സൗജന്യ ഇന്റർ കണക്ഷൻ. അതാണ് നമ്മളിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്കും ജയരാജും രതീഷും സൈബർ ലോകത്തെ ഒരു പുതിയ സ്വപ്ന ലോകത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഈ കേരളത്തിലെ ഭരണാധികാരികൾ പറഞ്ഞു വെച്ചത് 20 ലക്ഷം ആളുകൾക്ക് സൗജന്യ ഇന്റർ കണക്ഷൻ തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വേണമെങ്കിൽ വിപ്ലവകരം എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് സമ്മതിക്കാൻ എനിക്ക് മടിയില്ല. പക്ഷേ അത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഘട്ടത്തിൽ അതില്ല. ഈ ഘട്ടത്തില് ഇത് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാണ്. അതല്ലെങ്കിൽ അത് നമ്മുടെ എക്സ്പേർട്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഒന്നാമത്തെ കാര്യം, അത് ഈ ഫോണുമായി ബന്ധപ്പെട്ട് കൊട്ടിഘോഷിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ അനുഭവവേദ്യമാകാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ പിന്നോട്ട് നടത്തും എന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തെ ഉദ്ദേശിച്ച് കാലം അടയാളപ്പെടുത്തുമെന്നുള്ള ശരത്തിന്റെ ഭീഷണിയോട് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവിന് ഈ യാഥാർത്ഥ്യങ്ങൾ കൂടി പറയാനുള്ള ബാധ്യത നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി എനിക്ക് നൽകേണ്ടി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇപ്പം പ്രതിപക്ഷമാവാൻ ഒന്ന്, ഈ ഫോണുമായി ബന്ധപ്പെട്ട വന്ന ഒരു കാലം കൂടി സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഓർമ്മിക്കണം. കേരളത്തിൽ സ്പ്ലിങ്കർ ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാന സർക്കാർ ഇന്ന് ജയിൽ മോചിതനായിരിക്കുന്ന ശിവശങ്കർ കൈവച്ച മേഖല മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുന്ന ഒരു കാലത്താണ് ഫോണും വരുന്നത്.
ആ കെ ഫോണിന്റെ ടെൻഡർ നടപടികളിൽ ടെൻഡർ മാനുവലിന്റെ 2014 ഉണ്ടാക്കിയ ടെൻഡർ മാനുവലിന്റെ വയലേഷൻ ഗവൺമെന്റിന് 500 കോടി രൂപയുടെ നഷ്ടമുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി അന്ന് കെ ഫോണുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പം പ്രതിപക്ഷ പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, കേരളത്തിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പൊ അവിടെ നമ്മൾ ആദ്യം ശരത്ത് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ എന്റെ വാടായ എരുമേലിയിൽ ഞാൻ ചർച്ചയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നെറ്റ് ദുർബലമാകുന്ന സാഹചര്യമൊക്കെ ശരത്ത് അത് പറഞ്ഞത്, ത്രികാലജ്ഞാനിയായ ശരത്ത് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പറഞ്ഞത്. എന്റെ നിരാശയാണ് പറഞ്ഞത്. ചർച്ചയിലിടയ്ക്ക് വരുന്ന ആൾക്കാണ് ഇഷ്ടപ്പെടുക. എരുമേലി എന്ന് പറഞ്ഞപ്പോഴേ പോയി, അത് കിട്ടുന്നില്ല, അപ്പോഴേ ലാഗ്. ഞാൻ അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിക്കേഷന്റെ കാലത്ത്, അതിന്റെ ഏറ്റവും നല്ല സാധ്യതകളുടെ കാലത്ത്, അത് വളരെ ശരിയായി കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാലത്തെ ഒരു ക്ലാസിക് ഉദാഹരണമായി താങ്കളുടെ ഈ ലൈവ് കണക്ഷൻ തന്നെ ഉണ്ടെന്ന് മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. തീർച്ചയായിട്ടും ശരത്ത്, ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഒരു വിപ്ലവം കൊണ്ടുവന്നത് പിണറായി വിജയനൊന്നും അല്ലല്ലോ. അത് ഞങ്ങളുടെ നേതാവ് രാജീവ് ഗാന്ധിയും സാം പിത്രോഡയും ചേർന്ന ഒരു കോമ്പിനേഷനിൽ ഇന്ത്യ രാജ്യത്ത് ഈ വിപ്ലവകരമായി മാറ്റം കൊണ്ടുവന്നു. ഈ ടെലികോം രംഗത്ത് കൊണ്ടുവന്ന് ഞങ്ങളല്ലേ. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും അത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണെങ്കിലും ഏത് ഗവൺമെന്റുകളാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വരുന്ന ഒരു വലിയ മാറ്റത്തിന്റെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് സ്ഥാനം. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു മിനിറ്റ്, കെ ഫോണുമായി ബന്ധപ്പെട്ട ഞാനിപ്പം ഞാൻ പറയുമ്പോൾ ശരത്ത് സൗകര്യപൂർവ്വം വഴിമാറിപ്പോകുന്ന കെ ഫോണുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഒരു സന്ദർഭവുമായി ബന്ധപ്പെടുത്തി ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത്തെ വിഷയം, ഇപ്പോഴും ഇതിന്റെ ഒരു ഇവിടെ സ്വരാജ് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു പ്രയോഗവൽക്കരണമുണ്ട്. ശരി, അതാണ് എനിക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞത്, ആദ്യം പറഞ്ഞ വാചകം വളരെ നല്ല വാചകമായിരുന്നു. അനുഭവവേദ്യമായിട്ടില്ലല്ലോ, അതാകുമ്പോൾ ബോധ്യപ്പെടാം എന്നൊരു സൂചന അതിലുണ്ട്. ശ്രീ എം സ്വരാജ്, ഇപ്പോ ശ്രീ സലിം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം 20 ലക്ഷം എന്നൊക്കെ പറയുന്നത് അനുഭവപ്പെടട്ടെ, ആലോചിക്കാം. അതുപോലെ തന്നെ ശിവശങ്കർ തൊട്ട ഫയലാണ്, ശിവശങ്കർ ടെൻഡർ വിളിച്ചതാണ്. മാസങ്ങൾക്ക് മുമ്പ് ഈ കെ ഫോൺ ഫയലുമായി ബന്ധപ്പെട്ടൊക്കെ മാധ്യമങ്ങളിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വാർത്താ പ്രാധാന്യം മറ്റൊരു തരത്തിലായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് സലീം അദ്ദേഹത്തിന്റെ റിസർവേഷൻസ് ഷെയർ ചെയ്താൽ, പ്രതിപക്ഷത്തിന്റെ താല്പര്യമില്ലായ്മ പങ്കുവെച്ചാൽ സ്വരാജിന്റെ മറുപടി അദ്ദേഹത്തിന് വേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വളരെ സാമ്പ്രദായികവും പരമ്പരാഗതവുമായ ചില ധാരണകളും രീതികളുമുണ്ട്. അത് ഏത് നടപടിയായാലും പരിഷ്കാരമായാലും പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം അതിനെ എതിർക്കുകയും അധിക്ഷേപിക്കുകയുമാണ് എന്ന ഒരു തെറ്റായ ബോധം നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ടോ എന്ന് സംശയമുണ്ട്. സത്യത്തിൽ അങ്ങനെ ആവേണ്ട കാര്യമേ ഇല്ല. ശരിയായ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമെല്ലാം രാഷ്ട്രീയ അഭിപ്രായത്തിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ 1969 ബാങ്ക് നാഷണലൈസേഷൻ നിയമം വരുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1969 കോൺഗ്രസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പ്രത്യേകമായ ഒരു കാലഘട്ടമാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ ഇന്ദിരാഗാന്ധി ബുദ്ധിമുട്ടുന്ന ആ ഘട്ടത്തിലാണ് ബാങ്ക് നാഷണലൈസേഷൻ ആക്ടിന് അനുകൂലമായി AKGയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം CPM പാർലമെന്റിൽ വോട്ട് ചെയ്തു, കൈപൊക്കി, അതിനെ അനുകൂലിച്ചു, അതിനെ ശ്ലാഘിച്ചു. 1972 തോന്നുന്നു പ്രിവി പൾസ് നിർത്തലാക്കുന്നത്, അതിനെയും അനുകൂലിച്ചു. ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിട്ടില്ല, കൈ വിറച്ചിട്ടില്ല. നിങ്ങളാണല്ലോ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നത്, ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. രാജ്യ താല്പര്യത്തെ മുൻനിർത്തി ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ, ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് പിന്തുണയ്ക്കേണ്ടതാണ്. അതാണ് പ്രതിപക്ഷ ധർമ്മം എന്ന് കാണിച്ചെന്ന് AKGയാണ്. ഇവിടെ ഞാനതിപ്പോൾ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തോ അഴിമതിയുടെയോ അല്ലെങ്കിൽ ശിവശങ്കറിന്റെയോ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. ആ പശ്ചാത്തലത്തിലേ അല്ല കേട്ടോ, ആ പശ്ചാത്തലത്തിലേ അല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, നമ്മൾ അത് ഉപയോഗിച്ചാൽ പോരെ എന്നാണ്. അതിൻ്റെ ഒരു മിനിമം പ്രശ്നം എന്താണെന്നറിയോ?
മറ്റു സർവീസ് പ്രൊവൈഡേഴ്സിനെ ഉപയോഗിച്ചാൽ അത് കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ ഉപയോഗപ്രദമല്ല, അത് കാര്യക്ഷമമല്ല. രണ്ട്, നമ്മൾ അവർക്ക് പണം കൊടുക്കണം, സ്റ്റേറ്റ് പണം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ലോകത്തിലെ ഏറ്റവും സുശക്തമായ സുസംഘടിതമായ നെറ്റ്വർക്കായിട്ട് മാറുന്നു. ഇന്ത്യയിൽ ഏറ്റവും പ്രബലവും ശക്തവുമായ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാവുന്നു. 3, നമുക്ക് പണം ലഭിക്കുന്നു, വരുമാനവും കിട്ടുന്നു. അതിനെ ആ വ്യാപ്തിയിൽ കാണാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. അതിൻ്റെ ഒരു വിമർശനമാണ്. എന്താ പ്രശ്നം എന്നറിയോ? അങ്ങയുടെ ചർച്ചയിൽ പറഞ്ഞു ഹൈലൈറ്റ് 20 ലക്ഷം പേർക്ക് സൗജന്യമായി കിട്ടുന്നതാണല്ലോ. അതൊക്കെ കിട്ടിയാൽ കാണാം, ഇപ്പോൾ അനുഭവേദ്യമായിട്ടില്ലല്ലോ എന്നാണ് ഞാൻ അതിൽ പറയുന്നത്. അത് മാത്രമല്ല ഹൈലൈറ്റ്. അത് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്ന നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട 20 ലക്ഷം പേർക്ക് ഇത് കിട്ടുന്നു എന്നത് ഇന്റർനെറ്റ് സേവനങ്ങളുടെ ജനകീയ മുഖം ഉറപ്പാക്കുന്നു. അത് വലിയ നേട്ടമാണ്. അങ്ങക്ക് അതിൽ സംശയാലുവാകാം, പക്ഷെ സംശയിക്കേണ്ടതില്ല, അത് യാഥാർത്ഥ്യമായി അനുഭവേദ്യമാകാൻ പോവാണ്. എന്നാൽ അത് മാത്രമല്ല ഹൈലൈറ്റ്. നമ്മുടെ നാട്ടിലെ ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുന്നു, അതിൻ്റെ വേഗത കൂടുന്നു, ജീവിതത്തിൻ്റെ വേഗത കൂടുന്നു, സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാകുന്നു, ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാകുന്നു. പുതിയൊരു കേരളം എന്ന് ഞാൻ പറഞ്ഞത് ആലങ്കാരിയായി പറഞ്ഞതല്ല. സർക്കാർ സേവനങ്ങളും മറ്റുമെല്ലാമായി കാര്യക്ഷമത വർദ്ധിക്കുകയും കേരളത്തിൻ്റെ സ്വഭാവം തന്നെ മാറുകയും ചെയ്യുന്നതായി വരും. ഈ ആധുനിക കാലത്ത് ഇന്റർനെറ്റിന്റെ പ്രാധാന്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ഇതിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. ഒപ്പം സർക്കാരിന് ഇത് വരുമാനമാർഗവുമാണ്. അത് നികുതി വരുമാനം വർദ്ധിപ്പിക്കും, നമുക്ക് സേവന പരിപാടികൾക്ക് കൂടുതൽ പണം ഇതിൽ നിന്ന് ലഭിക്കും. ഇതെല്ലാം ഉള്ളൊരു ബൃഹത് പദ്ധതിയാണ്. അതിനെ ആ ആഴത്തിൽ നമ്മൾ കാണണം. അതിനെ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. ഒപ്പം ഇത് കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണെന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങളുടെ കാലത്ത് നിങ്ങളൊരു ശരിയായ നിലപാട് സ്വീകരിച്ചാൽ അത് ശരി. അതിൽ ഞങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഡിവൈഡ് ചൂണ്ടിക്കാണിച്ചിട്ടാണ്. ക്ലാസ് പ്രശ്നമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പാവപ്പെട്ടവർക്ക് അനുഭവേദ്യമാവാത്ത, സാധാരണക്കാർക്ക് അനുഭവേദ്യമാകാത്ത ഒരു വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പ്രശ്നം എല്ലാ കാലത്തും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വിഷയത്തിൽ, ഈ K-Phone കാര്യത്തിൽ കേരളത്തിൻ്റെ സംഭാവനയെ എങ്ങനെയാണ് കുറച്ച് കാണാൻ പറ്റുക? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇങ്ങനെ ചിന്തിച്ചോ? നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റ് മാത്രമല്ല, ഒരു സ്റ്റേറ്റും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. ലോകത്തിൽ എവിടെയെങ്കിലും ഇതിന് മാതൃകകളുണ്ടോ? നമ്മുടെ ഗവൺമെൻറ് എത്ര ദീർഘവീക്ഷണത്തോടു കൂടി, എത്ര അനുകരണീയമായ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചത്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിൽ അഭിനന്ദിക്കാൻ മടിയുണ്ടെങ്കിലും അതിനെ തിരിച്ചറിയണം എന്ന അഭ്യർത്ഥന എനിക്കുണ്ട്. സ്വരാജ് പറഞ്ഞത് വെച്ച് ഇപ്പോൾ ആത്മനിർഭർ ഭാരതിലൊക്കെ ഉൾപ്പെടേണ്ടതാണ്. അവിടെ നിന്ന്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മാതൃകകളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് വരേണ്ടത്. ഇവിടെ തിരിച്ച് സംസ്ഥാനം കേരളം അങ്ങനെ ഒട്ടേറെ സവിശേഷമായ മാതൃകകൾ രാജ്യത്തിനും ലോകത്തിനും മുമ്പിൽ ഓരോ കാലത്തും ഇപ്പോഴടക്കം നിരന്തരം തുറന്നിട്ടിട്ടുള്ളതാണ്, കാട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ആത്മനിർഭർ ഭാരതിലൊന്നും ഇല്ലാത്ത ഒരു ഏറ്റവും കാലികമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ MLA എന്ന നിലയിൽ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് സ്വരാജിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഹൈലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ സർക്കാർ ഓഫീസ്, ഞാൻ ഇന്ന് കണ്ടൊരു കണക്ക്, അതിൻ്റെ കണക്ക് നിലവിൽ 10% താഴെ മാത്രം സർക്കാർ ഓഫീസുകളിലാണ് ഈ നെറ്റ് സംവിധാനങ്ങളുള്ള നെറ്റ്വർക്ക് ഉള്ളത്, സംസ്ഥാന നെറ്റ്വർക്ക് ഉള്ളത്. ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിലും കുറവ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കാണ് ശക്തമായ ഇന്റർനെറ്റ് സംവിധാനം ഉറപ്പാക്കുന്നത്. അതാണ് K-Phoneന് ഏതാണ്ട് 52,000 കിലോമീറ്റർ നമ്മൾ കേരളത്തിൽ ഉടനീളം ഇപ്പോൾ വലിക്കാൻ പോകുന്നതും അതിലൂടെ നൽകാൻ പോകുന്നു. അത് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡിലേക്ക് വീടുകൾ അല്ലെങ്കിൽ വീട്ടുപയോക്താക്കൾ, ഗാർഹിക ഉപയോക്താക്കൾ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ച്, സർക്കാർ സേവനങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അതിനേക്കാൾ ഒരു MLA എന്ന നിലയിലും സ്വരാജിന് ഈ കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഞാനതാണ് സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന് വേഗം കൂടാൻ പോകുന്നു എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ പലപ്പോഴും അനന്തമായ കാത്തിരിപ്പ് പല സർക്കാർ ഫയലുകളുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ എത്ര ഏകജാലകമൊക്കെ ഏർപ്പെടുത്തുമ്പോഴും ഈ പറയുന്ന ഈ വ്യവസ്ഥയുടേതായ പരിമിതികൾ നമുക്ക് അനുഭവപ്പെടുന്നു. അത് പലരുടെയും ജീവിതത്തിൽ അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കുന്നു. ഈ കാലഘട്ടം വേഗതയുടെ കാലഘട്ടമാണ്. അതിനനുസൃതമായി നമ്മുടെ സർക്കാർ സേവനങ്ങളെയും ആ സേവനങ്ങളുമായുള്ള അനുബന്ധ പ്രവർത്തനങ്ങളെയും എല്ലാം K-Phone വരുന്നതോടുകൂടി വളരെയധികം അതിനെ ലളിതമാക്കി മാറ്റും, വേഗത്തിലാക്കി മാറ്റും. എനിക്ക് ഉറപ്പുണ്ട് 1-1.5 വർഷം കൂടി കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന കേരളമായിരിക്കില്ല. ആ കേരളം സർക്കാർ സേവനങ്ങളുടെ കാര്യത്തിലും, ആ സർക്കാർ സേവനങ്ങൾ വേഗത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങളുണ്ട്. അതിവേഗത്തിലുള്ള അവിശ്വസനീയമായ മാറ്റങ്ങൾ വരും.
നമ്മുടെ കേരളം ഒരു പുതിയ കേരളമായി മാറും. അതിന്റെ തുടക്കമാണിത്. ഇത് ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ ആത്മനിർഭറിന്റെ ഭാഗമായിട്ട് ഇത് വരാത്തത് അവരുടെ രാഷ്ട്രീയ പരിമിതി കൊണ്ടുകൂടിയാണ്. അവർ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുന്ന വികസനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതാവൊക്കെ ഈ കെ ഫോണിനെ എത്ര ശ്ലാഘിക്കണം. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഒരു ഭരണകർത്താവ് ഒരു പരിഷ്കാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത് ആ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖമായിരിക്കണം എന്നാണ്. അവന്റെ ജീവിതത്തിൽ എന്തു മാറ്റം ഉണ്ടാവും എന്നാലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു പരിഷ്കാരം കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഗ്രാമപ്രദേശത്തിലെ ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ നിന്ന് ആ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇൻ്റർനെറ്റ് വേണം. ആ ഇൻ്റർനെറ്റിന് അവൻ്റെ രക്ഷിതാക്കൾ കാശ് കൊടുക്കണം. ആ രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ കോവിഡിനെ തുടർന്ന് കൂലിയും വേലയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കെ ഫോൺ യാഥാർത്ഥ്യമാകുന്നതോടെ അവർക്കെല്ലാം സൗജന്യമായി സേവനം കിട്ടുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഇനി അനിവാര്യമായി മാറാൻ പോകുന്ന ഇൻ്റർനെറ്റ് സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റുന്നു. എത്ര വലിയ മാറ്റമാണ്. ശരിക്കും ഗാന്ധിജിയുടെ ഒരു ആശയത്തിൻ്റെ ഒരു പ്രതിഫലനം ഇതിലില്ലേ? അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത്? ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല എന്നൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോഴാണ് നമ്മളിവിടെ ആവിഷ്കരിക്കപ്പെട്ടത്. പക്ഷേ അതിനെ ശക്തിപ്പെടുത്താനും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാനും അതിനെ ശ്ലാഘിക്കാനും കൊടിയുടെ നിറവൊന്നും ഒരു പ്രശ്നമാവേണ്ട കാര്യമില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് നാഷണലൈസേഷൻ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾ അതിനെ അംഗീകരിച്ചു. പിന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങി മൻമോഹൻ സിംഗിന്റെ കാലത്തൂടെ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ അതിലോട്ടുള്ള പുറകിലേക്കുള്ള നടത്തമുണ്ട്, പ്രൈവറ്റൈസേഷൻ. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ പോലും സ്വകാര്യവൽക്കരിക്കുന്ന ഒരു കാലത്താണ് ഈ ഇന്റർനെറ്റ് സേവനങ്ങളെ കൂടുതൽ ആളുകളിലേക്ക് സൗജന്യമായും കുറഞ്ഞ നിരക്കിലും എത്തിക്കാൻ സർക്കാർ ഇടപെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് കേരളത്തിന്റെ സവിശേഷമായൊരു പ്രത്യേകത. ഇവിടെ ഹൈലൈറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ശ്രീ ജയരാജ്, ഞാൻ താങ്കളിലേക്ക് വരും മുമ്പ് ഹൈലൈറ്റുകൾ എന്താണ് എന്ന ചില പോയിന്റുകൾ മാത്രം ഒന്ന് കാട്ടിക്കൊടുക്കാം. ഈ ചർച്ചകൾ പലപ്പോഴും കൂടുതലായും ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്ന നിലയിലാണ്. നിങ്ങളത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ ആ നിലയിലാണ് രാജ്യത്തിന് മാതൃകയായി ഡിജിറ്റൽ കേരളം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. കേരളത്തിൽ എവിടെയും ഇന്റർനെറ്റ് സൗകര്യം, തടസ്സമില്ലാത്ത വേഗതയേറിയ ഇന്റർനെറ്റ് സൗകര്യം, അത് തൊഴിൽ രീതിയിലെ മാറ്റത്തിനനുസരിച്ച് കോവിഡ് കാലം അത് വളരെ വലിയ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു വലിയ മാറ്റത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അത് അനായാസമാകുന്ന നിലയിലാണ്. മറുനാടുകളിൽ നിന്നൊക്കെ നമ്മുടെ ആളുകളൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്തിരിക്കുന്നു. ഉൾഗ്രാമങ്ങളിൽ ഇരുന്നു പോലും വർക്ക് അറ്റ് ഹോം സാധ്യമാകും എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുന്നു. 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ ലഭിക്കുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ കാലത്ത് അത് എത്രമാത്രം നേട്ടമാണ്, ആശ്വാസമാണ് എന്നുള്ളതാണ് പ്രധാനം. സർക്കാർ സേവനം മെച്ചപ്പെട്ടതാകും. അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തലമാണ്. ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ കേരളത്തെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ മറ്റൊന്നുകൂടിയുണ്ട്. ശ്രീ സലിം, എന്താവശ്യമെന്ന് ചോദിച്ച പ്രതിപക്ഷത്തിനും മികച്ച ഇന്റർനെറ്റ് ഇതിലൂടെ സാധ്യമാക്കി സർക്കാർ നൽകുന്നു എന്ന് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ തമാശയായി പറയുകയും ചെയ്യാം. ജയരാജ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈലൈറ്റുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ, നേരത്തെ നമ്മൾ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇന്റർനെറ്റിനെ കുറിച്ച്. ഈ നഗരത്തിൽ ജോലി സംബന്ധമായി ജീവിക്കുന്ന എനിക്കുമൊക്കെ അനുഭവമുണ്ട്. കഴിഞ്ഞൊരു ദിവസം നഗരത്തിലെ ഒരു ബാങ്കിലേക്ക് ഊണ് സമയത്ത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ചെന്ന് കയറി അവരുടെ സിസ്റ്റത്തിലേക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. അതോടെ ഇരുന്നു, സിസ്റ്റം സ്ലോ ആയി, നെറ്റ് വീക്കായി. അവസാനം 4 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരാനായത്. ഈ അനുഭവങ്ങൾ നേരിടുന്നവരാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ ദിവസവും. അപ്പോൾ ഈ ഹൈലൈറ്റുകൾ, അതുപോലെ തന്നെ നമ്മൾക്ക് രാജ്യത്തിന് പുറത്തേക്ക്, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയാൽ ഇന്റർനെറ്റ് നിരോധിക്കുന്ന നിലയിൽ രാജ്യം ഒരു ശീലം വളർത്തി നിൽക്കുന്ന കാലത്ത് പരമാവധി ആളുകളിൽ ശരിയായ ശക്തമായ ഇന്റർനെറ്റ് ലഭിക്കണം എന്നൊരു സ്റ്റേറ്റ് പറയുമ്പോൾ ഹൈലൈറ്റുകൾ അത് വളരെ പ്രധാനപ്പെട്ടതായി ജയരാജിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയൊരു മുന്നേറ്റം നൽകുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി എല്ലാ സ്കൂളുകളിലും അതിവേഗ ഇന്റർനെറ്റ് നൽകുമെന്നാണ് കേട്ടത്. അതായത് 10 Mbps മുതൽ 1 Gbps വരെ അത്രയും വേഗമുള്ള സ്പീഡാണ് ഈ ഒരു കെ ഫോൺ വഴി കേരളത്തിൽ ഉടനീളം നൽകുന്നതെന്നാണ് കേട്ടത്. അപ്പൊ എല്ലാ സ്കൂളുകളും ഇത്തരത്തിൽ കെ ഫോണിന്റെ അണ്ടറിൽ വരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടി എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പഠിക്കുന്ന സമയത്ത് ഈ ആനമുടി എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞു.
പക്ഷെ ഇന്ന് അവസ്ഥ മാറി. ഇന്റർനെറ്റിന്റെ സാധ്യത, ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് വിദ്യാർത്ഥികൾ ആനമുടിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ ഒരു കൊടുമുടിയുടെ ഒരു ഫോട്ടോ കാണിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് അത്തരം ദൃശ്യങ്ങളിലൂടെ പഠിപ്പിക്കാൻ സാധിക്കും. അത് കുട്ടികളുടെ മനസ്സിൽ എന്നും പതിഞ്ഞു കിടക്കും. അല്ലാതെ വാക്കുകളിലൂടെ ആനമുടി എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ അത് പക്ഷെ നാളെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ വിഷ്വലൈസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഇന്റർനെറ്റിന്റെ ഈ ഒരു സാധ്യത വലിയ രീതിയിൽ സഹായമാകും. അതിന് ഇത്തരത്തിൽ അതിവേഗ ഇന്റർനെറ്റ് എല്ലാ സ്കൂളുകളിലേക്കും വരുന്നത് ഒരു വലിയ തുടക്കമാകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോവിഡ് സിറ്റുവേഷൻ ആയിട്ട് കുട്ടികളെല്ലാം വീടുകളിൽ ഇരുന്ന് പഠിക്കുകയാണ്. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് അവർക്ക് സ്കൂളുകളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, പണ്ട് നമ്മൾ ഈ പത്ര ഓഫീസുകൾ, ഒരു ബ്യൂറോയിൽ നിന്നൊക്കെ ഈ ഒരു സംഭവത്തിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വാർത്ത ഒക്കെ കൊടുത്തുവിടുന്ന KSRTC ബസ്സിലെ ബസ് ഡ്രൈവറുടെ കയ്യിലായിരുന്നു ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഓഫീസിലേക്ക് കൊടുത്തുവിടുന്നത്. ഇന്നത്തെ സ്ഥിതി അതെല്ലാം മാറി കഴിഞ്ഞു അല്ലെ. ഒരു മൊബൈലിൽ നിന്ന് ഒരു ക്ലിക്കിലൂടെ ആ സമയത്ത് ആളുകൾക്ക് മറ്റു ഓഫീസുകളിലേക്ക് അയച്ചു കൊടുക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇന്റർനെറ്റ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റ് തുറന്നിട്ട ചില സാധ്യതകളാണ്. അധികം ഈ പറഞ്ഞ അതിവേഗ ഇന്റർനെറ്റും അതുപോലെ മൊബൈൽ കണക്ടിവിറ്റിയൊന്നും കേരളത്തിൽ അത്ര കണ്ട് ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയധികം മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നുവെങ്കിൽ K-Phone പോലെയുള്ള ഒരു പദ്ധതി വന്നു കഴിയുമ്പോൾ എന്താകും കേരളത്തിന്റെ വികസന സാധ്യതകൾ എന്നത് ഞാൻ അങ്ങനെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഈ ഒരു ചെറിയ കണക്ടിവിറ്റി, അധികം വേഗത ഇല്ലാത്ത തരത്തിലുള്ള ഒരു ചെറിയ കണക്ടിവിറ്റി കേരളത്തിൽ വന്നപ്പോൾ പോലും സമൂഹത്തിൽ അത് എന്തും വേണ്ടി മാറ്റം കൊണ്ടുവന്നു എന്നുള്ളത് വേണം നമ്മൾ നോക്കിക്കാണാൻ. ജയരാജ്, ഒരു കാര്യമുണ്ട്, നിങ്ങൾ വ്ളോഗേഴ്സ് എന്നുള്ള നിലയിൽ നല്ല കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. കേരളത്തിന്റെ എല്ലാ മേഖലയിലും നല്ല മിടുക്കന്മാർ കൂടുതലായി ഉയർന്നു വരും. ഉഗ്രൻ ടെക് വ്ളോഗേഴ്സ് ഒക്കെ വരും. നല്ല കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. പ്രൈവറ്റ് സെക്ടറിൽ, ജോബ് സെക്ടറിൽ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ ഒക്കെ നല്ല മാറ്റം, നല്ല ഭീഷണിയും കൂടിയാണ്. തീർച്ചയായിട്ടും വരട്ടെ. അതൊരിക്കലും ഭീഷണിയായിട്ട് കാണുന്നില്ല. ഈ പറഞ്ഞ ഒരു മത്സര ബുദ്ധിയോടുകൂടി വരുമ്പോഴേ നമുക്കും കൂടുതൽ നമ്മുടെ കണ്ടന്റുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലാതെ ഇപ്പൊ ഞാൻ മാത്രം അല്ലെങ്കിൽ രതീഷ് മേനോൻ മാത്രമൊക്കെ ടെക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ അങ്ങ് സെറ്റിൽഡ് ആയി പോകും. എന്നാൽ നമുക്കൊരു ഭീഷണി വരുന്നത് കാണുമ്പോൾ അവരെക്കാൾ നല്ല രീതിയിൽ നമ്മൾ കണ്ടന്റ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മത്സരങ്ങൾ ഉണ്ടാവട്ടെ, അത് ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പൊ ഈ പലരും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചർച്ച ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ താഴെ വരാൻ പോകുന്ന ഒരു കമന്റ്, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കമന്റ് ഉണ്ട്, കേരളത്തിലെ പട്ടിണിയും തൊഴിലില്ലായ്മയൊക്കെ മാറ്റിയിട്ട് പോരെ ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ. സ്വാഭാവികമായിട്ടും ആളുകൾ കമന്റ് ചെയ്യാനുള്ള സാധ്യത, മിനിമം ഒരാളെങ്കിലും കമന്റ് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ അത്യാവശ്യമാണ് കേരളത്തിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെ നമ്മൾ മാറ്റുന്നതോടൊപ്പം തന്നെ ഇത് രണ്ട് ബാലൻസ്ഡ് ആയിരിക്കും. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറുകളും ഒപ്പം കൊണ്ടുവരണം. അല്ലാതെ പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സബ്ജക്റ്റിൽ നിന്ന് വിട്ടിട്ടാണെങ്കിലും ഒരു ലിറ്റർ പെട്രോളിന് 90 രൂപയും കേരളത്തിൽ ഏതാണ്ട് ഒരു 800 ഇടങ്ങളിലെങ്കിലും 20 രൂപയ്ക്ക് ഉച്ചയൂണും കിട്ടും എന്ന നിലയിൽ ഈ പട്ടിണിയെയും അതുപോലെ മനുഷ്യന്റെ നിത്യ ജീവിതത്തെയും കാണുന്നൊരു കേരളം, ഞാൻ അതിൻ്റെ ഭരണത്തെക്കുറിച്ചോ മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, അതാണ് കേരളം എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഡിജിറ്റൽ രംഗത്തും ഇതുപോലെ കാര്യങ്ങളെ കാണുന്നത്. ഇവിടെ രതീഷ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ശങ്കരന്മാർ ഇനി ഈ രംഗത്തേക്ക്, ഇന്റർനെറ്റ് വളരെ സാർവത്രികമായ അതിവേഗ ഡിജിറ്റൽ ഇന്റർനെറ്റ് ഒക്കെ കിട്ടുന്നതോടുകൂടി കൊച്ചു ശങ്കരന്മാർ ഒരുപാടുണ്ടാകും. ഇപ്പോഴും രതീഷിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ടെക് ചാനൽ, യൂട്യൂബ് ചാനൽ സ്ഥാപിച്ചയാൾ എന്നൊക്കെ പറയുന്ന ആ ക്ലീഷേ വിശേഷണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് വളരെ ക്രൗഡഡ് ആയ നിലയിലേക്ക് വ്ളോഗേഴ്സ് വരും. സോഷ്യൽ മീഡിയ കൂടുതൽ സ്ട്രോങ് ആവും. ആർക്കും അതിനെയൊക്കെ ഉപയോഗിക്കാവുന്ന നിലയിലേക്കൊരു സോഷ്യൽ മീഡിയ. ഞാനത് പറയുമ്പോൾ എനിക്ക് രതീഷിനോട് ചോദിക്കാനുള്ള കാര്യം, ഇതിൻ്റെ ഒരു ഘടന, ഇതൊക്കെ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഘടന K-Phoneനുണ്ടോ എന്നതും ഉയരാവും. നേരത്തെ ജയരാജ് പറഞ്ഞ പോലെ മെസ്സേജസിലും ഒക്കെ ചോദിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെച്ചുകൊണ്ട് ഞാൻ രതീഷിലേക്ക് വരാം. അതിതാണ്, എന്താണ് K-Phoneന്റെ സാങ്കേതികമായ ഘടന? 100 Gbps ശേഷിയുള്ള കോർ റിംഗ് സംവിധാനമാണ് K-Phoneനുള്ളത്. ഇന്റർനെറ്റിന് ഒരു തടസ്സവും നേരിടാത്ത റിംഗ് ആർക്കിടെക്ചർ സംവിധാനം. ഉപയോക്താക്കളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആക്സസ് നെറ്റ്വർക്കാണുള്ളത്. നിയന്ത്രണം ശ്രദ്ധിക്കേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ KSEBയുടെ 378 സബ്സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച കോർ പോപ്പുകൾക്കാണ്. പോയിന്റ് ഓഫ് പ്രസൻസ് എന്ന് അതിനെ പറയപ്പെടുന്നു. അപ്പോൾ ആ നിലയിൽ KSEB സബ്സ്റ്റേഷനുകളുമായി ബന്ധിപ്പിച്ചുള്ള കോർ പോപ്പുകളെ ആകെ ബന്ധിപ്പിച്ച് കൊച്ചി ഇൻഫോ പാർക്കിൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്റർ ഉണ്ട്. നോക്ക് എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോക്ക് തടസ്സമില്ലാത്ത വേഗമേറിയ K-Phone ബ്രോഡ്ബാൻഡ് സർവീസ് ഉറപ്പാക്കുന്നു.
രതീഷ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്, പിന്നീട് വന്ന കോടതി വിധികളുണ്ട്. പരസ്യങ്ങളിൽ ബ്രാൻഡ് അംബാസിഡേഴ്സായി വരുന്നവർക്ക് ആ പരസ്യത്തിന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉത്തരവാദിത്തം ഉണ്ടാകണം, തലമുടി വളരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എണ്ണ വാങ്ങി തേച്ചാൽ അവസാനം പണി മേടിക്കുന്ന നിലയിൽ കേസുകൾ വരുന്നൊരു കാലമാണ്. അപ്പം ഞാൻ ചോദിച്ചു വന്നത്, ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ അത് അക്ഷരം പ്രതി നടപ്പാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കെ ഫോണിന്റെ സംഘാടകർക്കുണ്ട്. അതിന്റെ സാങ്കേതിക ഘടനയെക്കുറിച്ച് അറിയാവുന്ന മിനിമം കാര്യങ്ങളും വന്ന വിവരങ്ങളുമാണ് പങ്കുവച്ചത്. രതീഷ്. അതെ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡിൽ, എത്രയും ഹൈ സ്പീഡിൽ നമ്മുടെ കേരളത്തിൽ കൊടുക്കാൻ സാധിക്കാത്തതായിട്ടൊരു സംഭവമല്ല. പലരുടെയും ഇന്നത്തെ വിചാരം കെ ഫോൺ എന്ന് പറയുന്നത്, കെ ഫോൺ ആണ് നമുക്ക് ഡയറക്റ്റ് ഇന്റർനെറ്റ് തരുന്നത് എന്നാണ്. ഒട്ടുമിക്ക ഈ ആളുകളോട് പറയാനുള്ളത്, ശരിക്കും കെ ഫോൺ എന്നതൊരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ല, അതൊരു മീഡിയം മാത്രമാണ്. നമ്മുടെ വീട്ടിലേക്ക് ജിയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആവട്ടെ, മറ്റേതൊരു ഇന്റർനെറ്റ് നൽകുന്ന കമ്പനിയുടെ ഇന്റർനെറ്റ്, അത് ഈ ഒരു ഇതിലൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം. അതിനായിട്ടാണ് ഈ ഒരു ശൃംഖല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ കൂടി മറ്റുള്ള കമ്പനികൾ, പല കമ്പനികൾ ഒരേ സമയം ഈ ഒരു കേബിളിലൂടെ നമ്മുടെ വീട്ടിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കുമ്പോൾ അവർ തമ്മിലൊരു മത്സരം ഉണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ 10 Gbps കൊടുക്കുകയാണെങ്കിൽ മറ്റോ 11 കൊടുക്കണം, അതുപോലെ റേറ്റ് കുറച്ച് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ മികച്ച സർവീസ് തീർച്ചയായും കിട്ടും. അപ്പൊ ഇതില് എന്താണ്, അതിശയോക്തി എന്നൊരു സംഭവമില്ല. പക്ഷെ ഇങ്ങനൊരു ഇത് സാധ്യമാക്കിയാൽ മാത്രമാണ്, എല്ലായിടത്തും ഒരു വൈഡ് കവറേജ് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇതിലൂടെ നെറ്റ് എത്തിക്കാനോ. അഡ്വക്കേറ്റ് സലിം, നമ്മളിപ്പോ കേരളത്തിലെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ദേശീയ അവസ്ഥ എന്താണ്? ഇന്റർനെറ്റ് പൗരാവകാശമായ നാടാണ്. UPA സർക്കാർ വിവരാവകാശം നിയമമാക്കിയ അതുപോലെ തന്നെ അതേ നിലയിൽ ഏറ്റെടുക്കേണ്ടതാണ് ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച്. പക്ഷേ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ചുള്ള ഭരണാധികാരികളുടെ സമീപനം മറ്റൊന്നല്ലേ? ഇപ്പോൾ കശ്മീരിൽ നമ്മളത് കണ്ടു, ദില്ലിയിൽ കർഷക സമരത്തിൻ്റെ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിമർശനങ്ങൾ ഉയർന്നാൽ ഇന്റർനെറ്റുകൾ റദ്ദ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ആശയവിനിമയത്തെ നിയന്ത്രിക്കുക, നിരോധിക്കുക എന്ന് പറയുന്ന തലത്തിൽ രാജ്യം ഇതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഡിജിറ്റൽ ലോകത്തിൻ്റെ വലിയ സാധ്യതകൾ എല്ലാവർക്കും സ്വതന്ത്രമായി സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് തർക്കങ്ങളില്ലാതെ നമ്മൾ അതിനൊപ്പം സഞ്ചരിക്കേണ്ടതാണ് എന്നൊരു, ഒപ്പം നിൽക്കേണ്ടതാണ് എന്നൊരു പൊതുബോധം എത്രമാത്രം അതിനോട് താങ്കൾ യോജിക്കും? അല്ല, അതിനോട് ആർക്കും യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഈ സരിതി, കെ ഫോണുമായി ബന്ധപ്പെട്ട് ഒരു ഡിജിറ്റൽ ഫ്രീഡം ആർക്കെങ്കിലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും അത് ഭരണാധികാരികളുടെ ഒരു നിയന്ത്രണത്തിലും അവരുടെ സ്വേച്ഛാപരമായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ആവർത്തിക്കില്ല എന്നൊന്നും കരുതാൻ പറ്റില്ല. അതവിടെ നിൽക്കട്ടെ, ഇവിടെ സ്വരാജ് ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ബാങ്ക് നാഷണലൈസേഷന് CPM പിന്തുണച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു മറുപടിയേ ഉള്ളൂ. അത് അന്നത്തെ CPM അല്ല, പിന്നീട് വന്ന CPM എന്നുള്ളതാണ് ഒറ്റ മറുപടി. കാരണം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമ്മൾ ചർച്ചയുടെ ടോപ്പിക്ക് വഴിമാറിപ്പോകും എന്നുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം അത് സ്ഥലത്ത് അനുവദിക്കുന്നുമില്ല. രണ്ടാമത്തെ വിഷയം, പിന്നീട് ഇപ്പോൾ നമ്മളിപ്പോ ചർച്ചയിൽ നമ്മൾ ഉന്നയിക്കുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന കോൺഗ്രസ് ഗവൺമെന്റ് നിലപാടുകളെ അതിശക്തമായി എതിർത്ത ഒരു ഇടതുപക്ഷ പാരമ്പര്യം കൂടി നമുക്ക് ചർച്ചയോട് ചേർത്ത് വെക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കെ ഫോണുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്സ്പേർട്സ്, ഇപ്പം അവിടെ ജയരാജും രതീഷും ഒക്കെ പറയുമ്പോൾ ഇത് നമ്മൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടും എന്നുള്ളതാണ്. അത് മെച്ചപ്പെടുമെങ്കിൽ നല്ലത്. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ആദ്യം ഇവിടെ പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഇത്രയും സർവീസ് പ്രൊവൈഡേഴ്സ് ഉള്ളപ്പം മുൻഗണനാ വിഷയങ്ങൾ, കാരണം കേരളം നേരിടുന്ന ഈ കോവിഡ് കാലത്ത്, പ്രളയാനന്തര കാലത്ത് കേരളം നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കമ്മ്യൂണിറ്റുമായി ബന്ധപ്പെട്ട തൊഴിൽ നഷ്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇന്നും തിരുവനന്തപുരത്ത് റാങ്ക് ഹോൾഡേഴ്സിന്റെ ചോര ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ മുമ്പിൽ വീണ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പം അത്തരം ഈ കേരളത്തെ ബാധിക്കുന്ന വളരെ ടച്ചിങ് ആയ ഇഷ്യൂസ് നിലനിൽക്കുമ്പോഴും കെ ഫോൺ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ
പ്രതികരണം സമ്മിശ്രമാവുന്നത്, ഒന്ന്, ഇതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. രണ്ട്, ഇവിടെ നേരത്തെ രതീഷാണോ ജയരാജാണോ പറഞ്ഞത്, അത് മാധ്യമരംഗത്തും ഒരു വലിയ ഗുണമാണ്. KSRTC ബസ്സിൽ കൊടുത്തുവിട്ട വാർത്തകൾ ഇപ്പോൾ ആർക്കാണ് ശരത്തറിയാത്തത്? എത്രയോ കാലമായി കേരളത്തിലെ മാധ്യമരംഗത്തിന് ഈ സൗകര്യം അനുഭവിക്കുന്നത്. ഇനി എന്ത് അഡീഷണൽ സൗകര്യമാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്കോ ലഭ്യമാണുള്ളത്? അതാണ് എനിക്ക് ഈ എക്സ്പേർട്സിന്റെ അവരുടെ പാണ്ഡിത്യത്തെ കുറിച്ചുള്ള എല്ലാ ബഹുമാനങ്ങളും. അല്ല സലീം, ഞാൻ അതിൽ ഞങ്ങളും കൂടി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ടാണ്. അത് ഇപ്പോൾ തന്നെ ശരിയാണ്, പണ്ട് കാലത്തുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മെയിൽ വന്നു, അതിനുശേഷം ഇപ്പോൾ വാട്സപ്പിലൂടെ വീഡിയോയും അതുപോലെ തന്നെ ഇൻഫർമേഷൻസും വേഗത്തിൽ വരുന്നു, വാർത്തയായി മാറുന്നു. പക്ഷെ അതുപോലും കേരളത്തിന്റെ ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ്? അതും മാറുകയല്ലേ. കേരളത്തിന്റെ ഏതു മൂലയിൽ നിന്നും, ഞാനത് അപകീർത്തികരമായെന്ന് പറയും, ഏത് ഓണം കേരളത്തിലില്ലെന്ന് കേരളത്തിൽ നിന്ന് പോലും വിവരങ്ങൾ ഒരു ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കാൻ കഴിയും എന്ന നിലയിൽ അതിനെ എടുത്താൽ മതി. അല്ലെ ശരത്ത്, അവരോട് തർക്കിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. അതാണ് എന്റെ പ്രശ്നം. ഈ എക്സ്പേർട്സ് പറയുമ്പോൾ എക്സാഗ്രേഷൻ വരുന്നതിനോടുള്ള എന്റെ ഒരു അസഹിഷ്ണുത, അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് വളരെ കൃത്യമായി ഒറ്റ കാര്യം നമ്മൾ ചിലത് ക്ലിയർ ചെയ്ത് പോകണമല്ലോ. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഏത് പ്രദേശത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തുമാവട്ടെ വേഗം വാർത്താ സംവിധാനത്തിലേക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വരാൻ പോകുന്നു എന്ന നിലയിൽ ആ നിരീക്ഷണം പ്രധാനപ്പെട്ടതല്ലേ? അല്ല, ഇനി ഞാനും സ്ഥലത്ത് തമ്മിൽ ഇതിനുവേണ്ടി ഒരു വാഗ്വാദത്തിനില്ല. അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഏറ്റവും റിമോട്ടായ ഒരു ഏരിയയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു സമരം നടക്കുന്നു. ആ സമരത്തെയും വളരെ വേഗത്തിൽ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയല്ലേ ഇതോടെ? കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ നിന്നുള്ള വിവരങ്ങൾ പോലും നമ്മുടെ വിരൽ തുമ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. ഒരു സംശയവുമില്ല. നമുക്ക് മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മാധ്യമരംഗത്ത് മാധ്യമരംഗത്ത് അല്ല അമ്മ ഏത് വാർത്തയില്ലാത്തത്. ഒരു നിമിഷം ശ്രീ ജയരാജ് രതീഷ്, അദ്ദേഹത്തിന് ഇപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ ഏത് മൂലയിൽ നിന്നും ഇപ്പോഴും വിരൽത്തുമ്പിലാണ്. നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ, വിവര സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ. അദ്ദേഹം അതിലാണ്, ആ വിരൽത്തുമ്പിൽ തൂങ്ങി നിൽക്കുകയാണ്. അത് വസ്തുതയാണോ? ഞാൻ തന്നെ പറയാം. എന്റെ ഒരു കമന്റിലാണ് ശ്രീ അഡ്വക്കേറ്റ് സലീം അതിപ്പോ ഈ ഒരു മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞത് നിലവിലുള്ള പരിമിതമായ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇനി എന്ത് മാറ്റമാണ് ഇനി ഇതിൽ കൂടുതൽ വരാനുള്ളത് എന്നാണ് ശ്രീ അഡ്വക്കേറ്റ് സലീം ചോദിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ടെക്നോളജി രംഗം എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്ത് വരുന്നു എന്ന് നമുക്ക് ഇന്ന് പ്രഡിക്റ്റബിൾ അല്ല. പക്ഷെ നിലവിലുള്ള ഈ പരിമിതമായ സാഹചര്യം വെച്ച് ഈ മാധ്യമരംഗത്ത് പോലും ഇത്രയധികം മാറ്റം വന്നു എങ്കിൽ ഫോൺ പോലെയുള്ള ഒരു അതിവേഗതയുള്ള ഇന്റർനെറ്റ് സംവിധാനം ഈ 14 ജില്ലകളെയും ഒരു ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നത് പോലെ കണക്റ്റഡ് ആകുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. രതീഷ്, അതിൽ പറയാൻ വന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞതിനോട്, ആ ആർഗ്യുമെന്റിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ? നിലവിൽ തന്നെ എല്ലാം സേഫായി അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആയി ടെക്നിക്കലി എന്ന നിലയിൽ, ടെക്നോളജിക്കലി എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇല്ല, എനിക്ക് ബോധ്യമില്ലാന്ന്. തന്നെ കവറേജ് ഇല്ല. കാരണം ഞാൻ തന്നെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന ആളാണ്. നമ്മുടെ ടൗണിൽ പോലും നമുക്കറിയാലോ, നമ്മളിപ്പോ നടത്തുന്ന ഈ ഒരു കോൺവെർസേഷൻ, ഇതില് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്നും അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്റെ വീഡിയോ നിങ്ങൾ കാണും, ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്ലോഡിങ് എന്ന് പറയുന്നതിന് ഒരു 5 Mbps എങ്കിലും സ്പീഡ് വേണം ഒരു HD ക്വാളിറ്റിയിൽ ഒരു വീഡിയോ സ്ട്രീം ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഏതെങ്കിലും സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് എത്രയാണ്. ഈ പറയുന്ന 5 Mbps നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമോ? നമുക്ക് അത്യാവശ്യം ഒരു ലൈവ് കാണാനുള്ള സ്പീഡാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ കൈമാറ്റം ഈ ഒരു രീതിയിൽ ഇവിടുത്തെ വാർത്തകൾ എത്തിക്കാൻ മാത്രമല്ല, കാലം മാറിപ്പോയി. നമ്മളിപ്പോഴും ചൈനയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പുറകിലാണ്. ചൈനയിൽ ഏകദേശം 5-8 വർഷം മുമ്പ് ഇറങ്ങിയ ഡിവൈസുകളാണ് നമ്മുടെ ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ ധാരാളം പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് അവർ ഇതിൽ ഓരോരോ കാര്യങ്ങൾ അറിയാം. വളരെയധികം നൂതനമായ സംവിധാനങ്ങളാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം എപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കണം എന്തൊരു കാര്യത്തിലും, ഏതൊരു നല്ല കാര്യത്തിലും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളതുണ്ടല്ലോ എന്ന് വെച്ച്, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ഒരിക്കലും ഉള്ളത് കൊണ്ട് നിലനിന്ന് പോകണമെന്നല്ല, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയാതെ അഡ്വക്കേറ്റ് സലീം, ഇനി താങ്കളുടെ അവസരം, അത് പറഞ്ഞു വന്നതൊന്ന് കൺക്ലൂഡ് ചെയ്തോളൂ പ്ലീസ്. ശരത്, ഞാനിതിന്റെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇത് സമ്മപ്പ് ചെയ്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട, സ്വരാജ് ആ ഹൈലൈറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് പറയും ശരിയാവുന്ന തരത്തില്ല, 20 ലക്ഷം ആളുകൾക്കുള്ള സൗജന്യ ഒരു അല്ല, സ്വരാജ് പറഞ്ഞത് അത് ഹൈലൈറ്റ് ചെയ്തില്ലെന്നാ പറഞ്ഞത്, അതെല്ലാം ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രതീക്ഷയിൽ അത് വരുന്നെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോഴും രണ്ട് കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഒന്ന്, കെ ഫോൺ, ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നമ്മുടെ മുൻഗണനകളിൽ ഒന്നാമത്തതാണോ ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ, ടെൻഡർ മാനുവലിന് വയലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേരളത്തിൽ ഇന്ന് ഒരു കാര്യം വിട്ടുപോയി. ഇന്ന് മലയാളത്തിൽ ഒരു ദിനപത്രത്തിന്റെ 23% പേജുകൾ മാറ്റിവെച്ചത് ഈ പരസ്യത്തിന് വേണ്ടിയാണ്. അത് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ പ്രൊജക്ടുകളും ആ പരസ്യവും തമ്മിൽ അതിന്റെ ഒരു പ്രപ്പോർഷൻ കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും കെ ഫോൺ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിന്റെ പ്രയോഗവൽക്കരണം, അതിന്റെ പിന്നിലെ അഴിമതികൾ, ആ നിഴൽപ്പാടുകൾ കൂടി മുന്നോട്ട് വെച്ച് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. കെ ഫോണിനെ കുറിച്ച് കൂടുതൽ എതിരായി സംസാരിക്കാനുള്ള വകകൾ പ്രതിപക്ഷം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനെ ആകെ ചുരുക്കി വേഗത്തിൽ പറയാവുന്ന ഒരു കാര്യം. സ്വരാജിന്റെ മറുപടിയിലേക്ക്. ഒന്ന്, ഈ അഴിമതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങനെ വില പോവില്ല. അത് ഉന്നയിക്കുന്നവർ തന്നെ ആലോചിക്കണം. എണ്ണിയാലൊടുങ്ങാത്ത കേന്ദ്ര ഏജൻസികൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി പരിശോധിച്ചിട്ട് ഇപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ കെ ഫോൺ അഴിമതിയെക്കുറിച്ചോ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചവർ വിഴുങ്ങുകയല്ലേ? ഒരു കടുകുമണിയുടെയെങ്കിലും ക്രമക്കേട് എവിടെയെങ്കിലും കിട്ടിയാൽ വിടുന്നവരാണോ ഈ കേന്ദ്ര ഏജൻസികൾ? അതൊക്കെ കാറ്റുപോയിരിക്കുന്നു. ആ ആരോപണങ്ങൾക്കൊന്നും ഇനി മറുപടി പോലും അർഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗം, അത് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 69-ലെ ബാങ്ക് നാഷണലൈസേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്നത്തെ CPM അല്ല ഇന്നത്തെ CPM എന്ന് പറഞ്ഞു. CPM ആണോ മാറിയത്, കോൺഗ്രസ് ആണോ മാറിയത്? ഞങ്ങൾ അന്ന് നാഷണലൈസേഷനെ അനുകൂലിച്ചു, ഞങ്ങൾ ഇന്നും നാഷണലൈസേഷനെ അനുകൂലിക്കുന്നു. അടിസ്ഥാന നയത്തിൽ ഒരു മാറ്റവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്കോ? നിങ്ങൾ അന്ന് നാഷണലൈസേഷൻ കൊണ്ടുവന്നു, രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങി മൻമോഹൻ സിംഗിന്റെ കാലം എത്തിയപ്പോഴേക്കും അതിൽ നിന്ന് പൂർണ്ണമായി മാറി പ്രൈവറ്റൈസേഷനിലേക്ക് നിങ്ങൾ മാറി. അപ്പോൾ ആർക്കാണ് മാറ്റം വന്നത്? ഞങ്ങൾക്കാണോ നിങ്ങൾക്കാണോ? പിന്നെ ഈ ചർച്ചയുടെ ഇടയിൽ നിങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്ത് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. ആ റാങ്ക് ഹോൾഡേഴ്സ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനെ ആരും തെറ്റായി പറഞ്ഞിട്ടില്ല. പക്ഷെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സിന് ജോലി കൊടുത്ത സർക്കാരല്ലേ ഈ സർക്കാർ? 1,57,911 അല്ലേ 4.25 കൊല്ലത്തെ PSC നിയമനത്തിന്റെ കണക്ക്? 44,000 തസ്തികയല്ലേ സൃഷ്ടിച്ചത്? രണ്ടും സർവകാല റെക്കോർഡല്ലേ? എന്നിട്ടും അവരെ സമരത്തിന് ഇറക്കി വിട്ടുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വലിയ വിഷമം തോന്നി. റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി കൊടുക്കുന്ന, ഇങ്ങനെ പറയാമോ? ഏതായാലും ഇപ്പൊ കേൾക്കുന്നത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാധ്യമല്ല പറഞ്ഞു പറഞ്ഞ് പറ്റിക്കരുത് കേരളത്തെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അതെ മുല്ലപ്പള്ളി അത് തിരുത്തി അതുകൊണ്ട് ഞാൻ അത് വിടുന്നു. പിന്നെ ഒന്ന്, ഇപ്പോഴും അങ്ങ് പറയുന്നത് കെ ഫോൺ കാത്തിരിക്കാം, അങ്ങനെ ആയാൽ നല്ലതെന്നൊക്കെയാണ്. ആവട്ടെ, പക്ഷെ കേരളത്തിന്റെ വളർച്ചാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണിത്. അതിനെ അംഗീകരിക്കാൻ അങ്ങ് മടിച്ചാലും കാലം നിങ്ങളെ തിരുത്തുമെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ 20 ലക്ഷം പേർക്ക് സൗജന്യമായി കിട്ടുന്നത് ഹൈലൈറ്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, അതുൾപ്പെടെയുള്ള ഹൈലൈറ്റ്സ് ഉണ്ട്, അത് കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും വളരെയധികം നന്ദി. ഏതായാലും ഈ ചർച്ച ഒട്ടേറെ ആളുകൾ കാണുകയും ഒട്ടേറെ നിർദ്ദേശങ്ങൾ മെസ്സേജായി വരികയും ചെയ്യുന്നുണ്ട്. ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഈ അതിവേഗ ഇന്റർനെറ്റിന്റെ സൗകര്യം ലഭിക്കുന്ന കേരളമായി മാറും എന്നത് പറഞ്ഞപ്പോൾ ഞാൻ ഇടമലക്കുടിയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഒരു മെസ്സേജ് വന്നത് ഇടമലക്കുടിയിൽ പോലും കെ ഫോൺ ലഭിക്കും എന്നുള്ളതാണ്. പെട്ടിമുടിയിൽ നിന്ന്, അതാണ് അതിലെ അടുത്ത സെന്റൻസ് ആണ് ഏറ്റവും ശ്രദ്ധേയം. പെട്ടിമുടിയിൽ നിന്നും 14 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് വഴിയാണ് നെറ്റ്വർക്ക് സർവേ കഴിഞ്ഞു
എന്ന വിവരം വളരെ പ്രധാനപ്പെട്ട നിലയിൽ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അയച്ചു തന്നതുകൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണ്. ജയരാജ്, അതുപോലെ രതീഷ് ആർ മേനോൻ, സ്വരാജ്, അഡ്വക്കേറ്റ് സലിം, വളരെയധികം നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. ചെറിയ ഇടവേള. 9 PM മനു എത്തും. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.